ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എടുത്തേക്കുന്ന 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റഡ് ആയി. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് എക്സാം നടത്തി. അപ്പോൾ അതിൽ നിന്ന് കണ്ടേക്കുന്ന ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പലരും മാത്സ് ഒക്കെ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഒക്കെ എടുക്കുന്ന സമയത്ത് അതിലെ മിക്കവരും തന്നെ ആൻസർ ചെയ്തിട്ടില്ല കേട്ടോ. ഓർത്ത് വെക്കാം. ഇപ്പം ഞാൻ നോക്കിയ അത്രയും പേജിൽ ഒരാൾ പോലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കംപ്ലീറ്റഡ് ആയിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലായത് ഇഷ്ടം പോലെ വർക്ക് തരും, അത് ചെയ്യണം, ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓർത്ത് നോക്കാം. എനിക്ക് ഡൗട്ട് തോന്നുന്ന ആളെ ഞാൻ ബോർഡിൽ വെച്ച് ഇവിടെ ചെയ്യിപ്പിക്കുകയും ചെയ്യും. ആ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കണ്ടന്റ് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചേക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി മുതൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് 3 രീതിയിലാണ് കൺസെപ്റ്റ് കൊണ്ടുപോകുന്നത്. ഒന്ന് കണ്ടന്റ് ബേസ് ചെയ്തിട്ട് കൊണ്ടുപോകും. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, എങ്കിലേ കിട്ടുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വർക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. എങ്കിൽ അടുത്ത ലെവലിലാണ് റിസൾട്ട് വരുന്നത്. ഈ 2 കാര്യങ്ങൾ ഓർത്ത് നോക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. സാധാരണ ഞാൻ അതിനൊരു എക്സാമ്പിൾ ഒക്കെ പറയാറുണ്ട്. നിങ്ങളുടെ അടുത്ത് കത്തി വെച്ചിട്ടുണ്ടോ ഓർമ്മയില്ല. എനിക്കിഷ്ടമുള്ള ഏറ്റവും നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ് മെസ്സി. അപ്പുറത്ത് ഒപ്പണന്റ് ആയിട്ട് ഇവിടെ പിള്ളേരായിട്ട് ഞാൻ വെറുതെ വിളിക്കാറുണ്ട്. അപ്പുറത്ത് വേറൊരാൾ വരാറുണ്ട്. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2 പേരും എടുക്കും. ഈ 2 പേരിൽ ഒരാൾക്ക് എബിലിറ്റി ഉണ്ട്, 2 പേർക്കും ഉണ്ട്. ശരിയല്ലേ? ഒന്ന് ഓർത്ത് ഫുട്ബോൾ ഇന്നേവരെ കളിക്കാത്ത ഒരാളെ കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞ് ഇത് റൊണാൾഡോനെ പോലെ കളിക്കും അല്ലേ? ഞാൻ തന്നെ ഇടക്ക് കാണുന്ന സമയത്ത് മെസ്സി ഇപ്പുറത്ത് കൂടി അടിച്ചിട്ട് അപ്പുറത്ത് ഒന്ന് പതുക്കനും തട്ടിയാൽ മതിയായിരുന്നു, ഗോളാവുന്നത് വെറുതെ പിടിച്ച് നിർത്തി. ഇങ്ങനെയൊക്കെ കമന്റ് അടിക്കാറുണ്ട്. എളുപ്പമാണോ? വെറുതെ ഇങ്ങനെ കമന്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അത് അവിടെ വന്നത് ആ ടൈം അല്ലേ? ഇപ്പൊ ഇയാൾ എക്സാം എഴുതുന്ന സമയത്ത് ഇയാൾ പഠിച്ചു എല്ലാം പോയി. ആ ടൈമിൽ ഓർമ്മ ഒന്നുമില്ല, എന്ത് ചെയ്യും അല്ലേ? വേർതിരിക്കും. മനസ്സിലായി? ഒരു ടൈമില് ഇപ്പൊ പെനാൽറ്റി ഷൂട്ട് ഔട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ? ആ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലും ഒന്നും മൈൻഡിൽ വിൽ ചെയ്യണം. ഇതുപോലെ ഈ 2 പേരെ എടുത്തിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, 2 പേർക്ക് എബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കണ്ടേക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി 2 കാര്യങ്ങളും കൂടി മാത്രമേ ചെയ്യുള്ളൂ. ഹാർഡ് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക്. പുള്ളിയുടെ കരിയർ, ലൈഫ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അയാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരേ പ്രൊഫഷണൽ മൈൻഡിൽ വേറെ ഒന്നിലേക്കും പോകാതെയാണ്. അതേസമയത്ത് ഈ മെസ്സിയുടെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് പ്ലസ് എന്താണ് ട്രിക്സ് ആൻഡ് ടാക്ടിക്സ് ഉണ്ട്. പുള്ളിയുടെ പ്ലേസ് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. പുള്ളിക്ക് പല ട്രിക്സ് ആൻഡ് ടാക്ടിക്സ് ഉപയോഗിച്ചിട്ട് ഇഷ്ടം പോലെ, അതുകൊണ്ട് അതിന് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് വേറെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. പക്ഷെ ഈ സ്പീഡൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾ ആരായിരിക്കും ബെറ്റർ? ക്രിസ്ത്യാനോയും മെസ്സിയും 2 ബോൾ വെച്ചിട്ട് ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷർ പോയിന്റ് എന്ന് ശ്രദ്ധിച്ചറിയാം. ഒരു ഫൈനലിൽ വന്ന സമയത്താണ് വേറൊരു ആളുണ്ട് എനിക്ക് ഇഷ്ടമുള്ളത്. ആരൊക്കെയെങ്കിലും ഓർമ്മ ഉണ്ടോ? ഒരു ഏറ്റവും നല്ലൊരു ഫൈനൽ കംപ്ലീറ്റ് ചെയ്തു. അതിലൊരു ടൈലേക്ക് കൊണ്ടുവന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. അർജന്റീന അതില് ആ കോള് ഇത് വന്ന സമയത്ത് ആരായിരുന്നു അടിച്ചത്? എംബാപ്പെ. സ്പീഡ് നീ ശ്രദ്ധിച്ചോ? ആ ഒരു പ്ലേയിങ് എടുത്തിട്ട് സ്പീഡ്, അത് എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. നേരെ പഠിത്തത്തിലേക്ക് വരാം. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു. ഇക്വേഷൻ പഠിക്കുക എന്ന് പറയുന്ന എബിലിറ്റി അനുസരിച്ചിട്ടാണ്. ഇയാൾ ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ട് പഠിക്കും, ഇയാൾ 5 മിനിറ്റ് കൊണ്ട് പഠിച്ചു. എബിലിറ്റി, ജെന്യുവിൻ ആയിട്ടുള്ള എബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ അവിടെ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെ? ഓർത്ത് നോക്കുക. ഹാർഡ് വർക്കിന് പകരം പുറത്തുള്ള കോച്ചായിട്ടുള്ള ഞാൻ കിടന്ന് അല്ലറി വിളിക്കുകയാണ്, ക്രിസ്ത്യാനോ അടിക്കുക എന്ന് പറഞ്ഞിട്ട് വരുമോ അല്ലെ? ഞാൻ പറയാണ് തൻ്റെ അടുത്ത് ഓടാൻ പറഞ്ഞിട്ട് വരും. അതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് എത്തണം. അപ്പോൾ ഇനി മുതൽ അങ്ങനെ കൊണ്ടുവരും കേട്ടോ. പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാ പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ രസമുണ്ട് അല്ലെ? ഓർത്ത് നോക്കുക. കിട്ടുന്ന വരെ അല്ലെ പ്രാക്ടീസ് ചെയ്യുന്നുള്ള എത്തും. നമുക്ക് തുടങ്ങാം. സ്റ്റോഷിയോമെട്രി ഫസ്റ്റ് ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ എന്ന് പറയാം. ആദ്യത്തേത് മാറ്റർ ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. രണ്ടാമത്തത് എന്താണ്? SI യൂണിറ്റ്. നമുക്ക് അറിയണം അല്ലെ? +2 വരെയുള്ള കാര്യങ്ങളിൽ SI യൂണിറ്റുകൾ അറിയാം. അത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാം. അതെ, ഇന്ന് റിവിഷനാണ് എനിക്ക് പഠിപ്പിക്കുന്നത്. 4 ചാപ്റ്ററിന്റെ കണ്ടന്റ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. എന്നിട്ട് റിവിഷൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത് നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ ക്ലാസ്സുകളായി അല്ലെ? അധികം ഒന്നും പോയിട്ടൊന്നുമില്ലോ കേട്ടോ. ഓർത്തോക്കാം. പഠിച്ചു പോവാം പാരലായിട്ട് കേട്ടോ. ഓർത്തോക്കാം. എടുക്കാം, മറ്റേതും എടുക്കാം, ഇതും ചെയ്യിപ്പിക്കാം. കുറച്ച് ഹോംവർക്കും തരും. അപ്പോ തേർഡ് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ലോസ് ആണ്. ഏതൊക്കെ ലോ ഉണ്ടായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഗെയ്-ലുസാക്ക് ലോ, അവഗാഡ്രോസ് ലോ അല്ലെ? ഓർത്തോക്കാം. പിന്നെന്തായിരുന്നു? ഡാൽട്ടൺ ആറ്റമിക് തിയറി. ഈ പോർഷൻ കഴിഞ്ഞിട്ട് വരുന്ന പോർഷനാണ് ഈ ചാപ്റ്ററിൽ ലീഡിങ്. ഇനിയുള്ള കൺസെപ്റ്റുകൾ ശ്രദ്ധിക്കാം. മോൾ കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രമേ അടുത്ത ടോപ്പിക് ആയിട്ടുള്ള എന്തിലേക്ക് എത്താൻ പറ്റുള്ളൂ? ഇല്ല, അതിനു മുമ്പുണ്ട്. എന്തായിരുന്നു? മോൾ കൺസെപ്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെന്ത് വരുന്നത്? എംപിരിക്കൽ ഫോർമുല ആൻഡ്
മോളിക്കുലർ ഫോർമുല, മോൾ കൺസെപ്റ്റിന്റെ റിലേഷൻ ആണ് അവര് അല്ലെ, ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് മോൾ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് സ്റ്റോഷിയോമെട്രി. കേട്ടോ ഓർത്ത് നോക്കുക. ഇന്ന് നമ്മൾ എടുക്കുന്ന സ്റ്റോഷിയോമെട്രി വിത്ത് ലിമിറ്റിംഗ് റിയേജന്റ്, അതിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ്, വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അത് ഹോംവർക്കും തരും. കേട്ടോ ഓർത്ത് നോക്കുക വരുന്നത്. ഇത് കഴിഞ്ഞാൽ എന്തായിരിക്കും? മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇന്ന് നമുക്ക് മെയിൻ ആയിട്ട് ആദ്യത്തെ ഏരിയയിൽ സ്റ്റോഷിയോമെട്രിയുടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. കേട്ടോ എത്ര പേരെ ഇനി ബോർഡിൽ ചെയ്യിപ്പിക്കണം? ഉണ്ടോ ഓർത്ത് നോക്കുക, സജഷൻ ചെയ്തു. അതുപോലെ അല്ലെ ഓർത്ത് നോക്കാം. നമുക്കൊരു 2 പേര് 3 പേര് ബോർഡിൽ വന്നിട്ടൊക്കെ ഒന്ന് കേട്ടോ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സാറെടുക്കട്ടെ പിന്നെയൊക്കെ പഠിക്കാം, ഇന്ന് മനസ്സിലായി ഓക്കെ, അത് പിന്നെ അങ്ങനെയൊക്കെ ആവും. ഇനി അതില്ല കേട്ടോ ഓർത്ത് നോക്കാം. ഗ്രൗണ്ടിലേക്ക് ഇറക്കുകയാണ് കേട്ടോ ഓർത്ത് നോക്കാം. ഓർത്ത് നോക്കാം അല്ലേ. ആരെ ഇഷ്ടം ഫുട്ബോളില്? ഫുട്ബോൾ കാണാറില്ല, ഒരു സ്പോർട്സ് കണ്ടിട്ടില്ല. ഓർത്ത് നോക്കാം. അപ്പൊ എന്തായാലും ഇതുപോലെ ഓടിപ്പിക്കും കേട്ടോ ഓർത്ത് നോക്കാം. അതുകൊണ്ടായിട്ടാണ് ഇപ്പൊ സ്റ്റോഷിയോമെട്രിയുടെ കണ്ടന്റ് ഒന്ന് പറയാം കേട്ടോ. ബേസിക് കണ്ടന്റ് പറയാം. സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്ന സമയത്ത് അതിലെന്താ മെഷർമെന്റ് ആണ്. നിങ്ങൾ ഒറ്റ വേർഡ് ഓർത്തു എന്തായിരിക്കണം? മെഷർമെന്റ്. ഓർത്ത് നോക്കാം. അപ്പൊ ആ മെഷർമെന്റ് അനുസരിച്ച് വരുന്നതാണ് ആക്ച്വലി വരുന്നത് അല്ലെ. ഓർത്ത് നോക്കാം. നിങ്ങൾക്കറിയാം പെട്രോൾ ഒഴിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അല്ലെ. ഓർത്ത് നോക്കാം. പെട്രോൾ എന്ത് ചെയ്യും? വണ്ടിയിൽ ഒഴിച്ചാൽ എന്ത് ചെയ്യും? കത്തിക്കും അല്ലെ, കമ്പഷൻ. അപ്പൊ നിങ്ങൾക്കറിയാം ഇത്ര ഒരു ലിറ്ററിന് ഇത്ര മൈലേജ്, അങ്ങനെ കേട്ടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി ഓർത്ത് നോക്കുക അല്ലെ. അപ്പോൾ 1 ലിറ്റർ പെട്രോൾ കത്തിക്കുമ്പോൾ ബേൺ ചെയ്യണ സമയത്ത് ഇത്രയും ദൂരം വണ്ടി ഓടിക്കാം. അത് അതിന്റെ എനർജിയും അതും തമ്മിലൊരു റിലേഷനാണ്. ഇതുപോലെ നമ്മൾ ഓരോ ഇക്വേഷൻ എഴുതുമ്പോൾ ആ ഇക്വേഷന്റെ എന്താണ് മെഷർമെന്റുകൾ, പ്രൊഡക്റ്റും ഇതും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ സ്റ്റോഷിയോമെട്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? അത് മെഷർമെന്റ് എന്ന് ഓർത്ത് നോക്കാം. മെഷർമെന്റ്. അപ്പൊ സ്റ്റോഷിയോമെട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ബാലൻസിങ് റിയാക്ഷൻ. എന്ന് പറഞ്ഞേ, ബാലൻസിങ് റിയാക്ഷൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ സ്റ്റോഷിയോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്തെഴുതണം? ബാലൻസിങ് റിയാക്ഷൻ. രണ്ടാമത്തത് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ബാലൻസ് ചെയ്തേക്കുന്ന റിയാക്ഷന് മോൾ ആയിട്ട് റിലേറ്റ് ചെയ്യണം. എന്താ ആയിട്ടാ റിലേറ്റ് ചെയ്യേണ്ടേ? മോൾ. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ആ മോൾ കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം നമുക്കിത് എത്തുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് മോളിന്റെ കാര്യങ്ങളൊന്ന് പറയാം. മോൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർത്ത് നോക്കണം എന്നാ ഞാൻ പണ്ട് പഠിപ്പിച്ചേക്കുന്നത്. മോൾ ഈസ് എ നമ്പർ. മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ. കേട്ടോ ഓർത്ത് നോക്കാം. എത്രയാ നമ്പർ? അല്ലെ 6.022 into 10⁻23. കേട്ടോ ഓർത്ത് നോക്കാം. ഇത്രയും നമ്പർ എന്നാണ്, വലിയ നമ്പറാണ് ആക്ച്വലി. എന്തുകൊണ്ടാണ് ഈ നമ്പർ എടുക്കാൻ കാരണം? നമ്മൾ ഇതേപ്പോ ഈ കയ്യിൽ പിടിപ്പിച്ചേക്കുന്ന ഇതില് ഇത്രയും നമ്പർ കൂടുതലുണ്ട് അല്ലെ. ഈ നമ്പറിനെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വലിയ നമ്പറാണ്. അപ്പൊ അതിന് ഒരു വേർഡ് കൊടുത്തു അല്ലെ. നമുക്ക് 1 million എന്ന് പറയാനായിട്ട് എളുപ്പമുണ്ട് ആക്ച്വലി അല്ലെ. അതുപോലെ ഇത് ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തു. ഇത്രയും ബിഗ് നമ്പർ ആണ് ആക്ച്വലി വരുന്നത്. ഇനി മോൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, മോളിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അല്ലെ നമുക്ക് എങ്ങനെയാ പറ്റുക? മോളും മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? മോൾ ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ ആറ്റമിക് മാസ് ഓർ എന്തായിരിക്കണം? മോളിക്കുലർ മാസ്. അപ്പോ മാസ് ഈക്വൽ ടു എന്ത് വരും? മോൾ ഇൻറ്റു ആറ്റമിക് മാസ്. അപ്പൊ ഒരു കൺസെപ്റ്റില് അല്ലെ എന്താണ്? മാസ് ഈക്വൽ ടു എന്ത് വരും? മോൾ ഇൻറ്റു ആറ്റമിക് മാസ്. ശരിയല്ലേ? ഓർത്ത് വെക്കുക. രണ്ടാമത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് മോൾ ഈക്വൽ ടു GMM. എന്തായിരിക്കും അത്? ഗ്രാം മോളിക്കുലർ മാസ്. എന്തായിരിക്കണം? GMM, ഗ്രാം മോളിക്കുലർ മാസ്. GMM, ഗ്രാം മോളിക്കുലർ മാസ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. GMM ഉം ഇതും ഓക്കെ ആണോ? പഠിച്ചോ? ഇപ്പൊ ഞാൻ ചോദിക്കും കേട്ടോ. ഓർത്ത് വെക്കാം. ഒന്ന് എഴുതി വെച്ചോ. ഹെഡിങ് എഴുതി വെക്കുക. സ്റ്റോഷിയോമെട്രി കേട്ടോ. 1 2 കേട്ടോ. ഹെഡിങ് എഴുതി വെക്കുക. റിവിഷൻ ആണ് കേട്ടോ. സ്റ്റോഷിയോമെട്രി. ഞാൻ ഡൗട്ട് ചോദിച്ചത് നന്നായി. ഞാൻ ഇന്ന് മുതൽ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര മൈൻഡ് പോസിറ്റീവ് ആയി. കാരണം എന്താണെന്നറിയോ? പാരലായിട്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ പ്രോബ്ലം അല്ലെ ഓർത്ത് നോക്കാം, ക്വസ്റ്റ്യൻസ് തരണം, പഠിക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടായി. അപ്പൊ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ ചാപ്റ്ററിന്റെയും മാത്സ് കേട്ടോ ഓർത്ത് നോക്കാം. ഹോംവർക്ക് എത്ര വേണം? 10 or 5 ഹോംവർക്ക് ഉണ്ടോ? 5. അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ടാണ് 5 എത്തുന്നുള്ളൂ കണ്ടോ. ഓർത്ത് നോക്കാം. 5 നിങ്ങൾ ചോദിച്ചേക്കുന്നതാണ്. അപ്പൊ എല്ലാ ക്ലാസ്സുകളിലും ഇനി 5 ഹോംവർക്കുകൾ തരും കേട്ടോ. ഓർത്ത് നോക്കാം.
അതുപോലെ ക്വസ്റ്റ്യൻസ് കേട്ടോ, ഓർത്തൊക്കെ നിങ്ങൾക്ക് തന്ന ഇതില്ലേ ആ ഫോർമാറ്റിൽ എല്ലാ ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻസ് എക്സാം ഉണ്ടാവും കേട്ടോ, ഓർത്ത് നോക്കാം. അത് നിങ്ങൾ ഈ എക്സാം നടത്തുന്ന മോഡിലല്ല കൊണ്ടുവരുന്നത്. കാരണം ഒരു ദിവസം നിങ്ങൾ ഇവിടെ വന്ന് ആ എക്സാം എഴുതി അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് ആ ഒരു ഷെഡ്യൂൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തരും, അയച്ചു തരും, വീട്ടിലിരുത്തി അതിന്റെ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊണ്ടുവരാം. നോക്കിയാലും ഒരു കുഴപ്പമില്ല, പക്ഷെ അത് എനിക്ക് ആൻസേഴ്സ് ആയിട്ട് കിട്ടണം, വിത്ത് പഠിച്ചിരിക്കണം. ആൻസർക്ക് കുറച്ച് ദിവസം സമയം കഴിയുമ്പോൾ ഞാൻ അയച്ചു തരും കേട്ടോ, ഓർത്ത് നോക്കുക. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് കേട്ടോ, ഓർത്ത് നോക്കുക. അങ്ങനെ നമുക്ക് ഓരോ ചാപ്റ്ററിന്റെ ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 3 പേപ്പറൊക്കെ ചെയ്ത് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പഠിക്കുന്ന കുറച്ച് പഠിക്കുക, നല്ല ക്ലിയർ ആക്കുക കേട്ടോ. ഓക്കെ, ഇത് രണ്ടും ഓക്കെ ആണോ? കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ കിട്ടണം, ഇപ്പൊ മാച്ച് കളയും കേട്ടോ, ഓർത്തോ. കാരണം സോഷ്യോമെട്രി എഴുതുമ്പോൾ ഈ ബോർഡ് നല്ല ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. രണ്ടും എഴുതിയോ? ഇനി സ്റ്റോഷിയോമെട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറയാം. അവർ പറയും മീഥേൻ ഗ്യാസ് undergo combustion reaction to produce carbon dioxide and water, and then അവർ പറയും ഈ മീഥേൻ ഗ്യാസ് വരുന്നത് 50 gram മീഥേൻ ഗ്യാസ് undergo combustion reaction to find the amount of carbon dioxide and water എന്നുള്ള രീതിയിലൊക്കെ പറയും. എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു പേപ്പർ കത്തിച്ചു, അത് ഒരു 50 gram ഉണ്ട്, മീഥേന് പകരം പേപ്പറൊക്കെ ഇമാജിൻ ചെയ്യും. മീഥേൻ എന്ന് ഞാൻ അറിയാലോ ആക്ച്വലി അല്ലെ, നമ്മൾക്ക് കിട്ടുന്ന എന്താണ് ബയോഗ്യാസ് ഇല്ലേ, അതിൽ കിട്ടുന്നതാണ്, കളറൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഗ്യാസ് ആണ് ആക്ച്വലി വരുന്നത്. അത് കത്തിച്ചാൽ അല്ലെ, ഓർത്ത് നോക്കാം, നമുക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലെ. ഇപ്പൊ ഈ പേപ്പർ കത്തിച്ചാൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, അങ്ങനെയൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഫൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വണ്ടികളൊക്കെ ഇറക്കുന്നില്ലേ, അത് കത്തിച്ച് കഴിയുമ്പോൾ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡും ബാക്കി കാര്യങ്ങളും. ഇപ്പൊ നിലവിലുള്ള വണ്ടികളുടെ അവസ്ഥ അനുസരിച്ചിട്ട് 2035 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏകദേശം മുങ്ങി തുടങ്ങും. ആക്ച്വലി 2050 എത്തുമ്പോഴാണല്ലോ കടവന്തരൊക്കെ പോകുന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും എന്തുപയോഗിക്കാൻ തുടങ്ങുന്നത്, ഇലക്ട്രിക്കൽ ഇതിലേക്ക്. ഇനി അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവും കൂടി വരും വന്നേക്കുന്നത്. അതിൽ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേറെ ഇതും കൂടി കണ്ടെത്തിയിട്ട് അതിനും പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള കണ്ടെത്തി കഴിഞ്ഞാൽ ഈസി ആകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ CH4 + O2 ഗീവ്സ് എന്ത് വരും, CO2 + H2O. അപ്പൊ ഈ ഇക്വേഷൻ നോർമലി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ തരുമ്പോൾ ഈ ഇക്വേഷൻ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ പറയും മീഥേൻ undergo oxidation to form carbon dioxide and water. അപ്പൊ ഈ ഇക്വേഷൻ ആദ്യം എഴുതണം, എന്നിട്ട് ഇത് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ബാലൻസ്ഡ് ആണോ നോക്കിയേ. അപ്പൊ എങ്ങനെ ബാലൻസ് ചെയ്യും നോക്കിയേ. അപ്പൊ ബാലൻസിങ് ആവണം അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ ഹൈഡ്രജൻ 4 ആണ് അല്ലെ, അപ്പൊ എന്ത് കൊടുക്കാം നമുക്ക് 2. ശരിയല്ലേ, ഓർത്ത് നോക്കാം. ഇനി ഇപ്പോ ഇവിടെ ഇപ്പൊ കാർബൺ ഓക്കെയാണ്, ഹൈഡ്രജൻ ഓക്കെയാണ്, ഇനി ആര് മാത്രം വ്യത്യാസമുള്ളൂ, ഓക്സിജൻ ഉണ്ടോ, ഓർത്ത് നോക്കാം. 2 + 2 4 ആണ് അല്ലെ. ഇപ്പൊ എന്തായിരിക്കും ഇവിടെ 2, ശരിയല്ലേ, ഉണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഓക്സിജൻ 4 ഉണ്ട്, ഇവിടെയും 2 × 2 4. ഡൗട്ട് ഉണ്ടോ, ഇല്ല. അപ്പൊ അങ്ങനെ ബാലൻസിങ് എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റോഷിയോമെട്രി എന്ന് പറയുമ്പോൾ ഇതിൽ കൊയിഫിഷ്യന്റ് ഇൻ ഫ്രണ്ട് ആയിട്ട് വരുന്നത് കണ്ടോ, എലമെന്റ് കണ്ടോ, അതിന്റെ ഫ്രണ്ടിൽ വരുന്നതിനെയാണ് ഈ കൊയിഫിഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഓർത്ത് നോക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങള് എല്ലാ സ്റ്റോഷിയോമെട്രിയുടെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ഇതാണ് എഴുതേണ്ടത് ആദ്യം. മനസ്സിലായി, ഓർത്ത് നോക്കാം. അവർ വേറെ ഒന്നും ചോദിക്കില്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഫോർമാറ്റിലാക്കി പഠിക്കുക, അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ മാറ്റിക്കൊണ്ടേയിരിക്കും. നമ്മളും അതനുസരിച്ച് മാറുമ്പോൾ പേടിക്കും. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഈ മെത്തേഡ് ഓർഡറിലാക്കി വെക്കുക കേട്ടോ, ഓർത്ത് വെക്കാം. ഈ മെത്തേഡ് ഇവിടെ നോക്കിയേ, ഇതിന്റെ ഫ്രണ്ടിൽ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താ, 1 mol. ഇതിന്റെ മീനിങ് എന്താ, 1 mol CH4, 1 mol CH4. ഇനി ഇതിന്റെ മുകളിൽ എന്തുണ്ട്, അപ്പൊ എന്ത് എഴുതാം, 2 mol O2, 2 mol O2. ഇനി ഇതിന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്, 1 mol CO2. ഇനി ഇതിന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്, 2 mol H2O, 2 mol H2O. ഒന്ന് എടുത്തെഴുതിയേ ഇവിടം വരെ. അപ്പോ ഈ ക്വസ്റ്റ്യൻസിൽ ഇതുപോലെ എഴുതാനൊന്നും പറയില്ല. സ്റ്റോഷിയോമെട്രിയുടെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം ബാലൻസ്ഡ് ഇക്വേഷൻ, സെക്കൻഡ് എന്താണ്, മോളിൽ എഴുതുക എന്നുള്ളതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നമ്മൾ ഗൈഡുകൾ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കാം. ഇതിൽ അവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പല രീതിയിൽ എഴുതും ഓരോ ക്വസ്റ്റിനും.
ഞാൻ പറയുന്ന ഒരേ ഫോർമാറ്റിൽ എപ്പോഴും പഠിച്ചാൽ മതി, ഇത് ഭയങ്കര ഈസി ആവും. ഇനി നമ്മൾ ആ ഗൈഡുകളിലോ അല്ലെങ്കിൽ വേറെ ഫോർമാറ്റിലോ ഒക്കെ എഴുതുന്ന സമയത്ത് പല പല ഫോർമാറ്റിൽ പഠിക്കുമ്പോൾ എല്ലാ ഫോർമാറ്റും കൂടി ആകെ ഡൗട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇതേപോലെ ഫോളോ ചെയ്യാം. ഇനി ഈ ടൈപ്പ് എഴുതണതിന് ഇപ്പൊ എഴുതിയില്ലേ, ഇത് എഴുതണത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 മോൾ മീഥേൻ എടുത്താൽ എന്ത് കിട്ടും? 1 മോൾ CO2. അങ്ങനെയാണെങ്കിൽ ഇത് 5 മോൾ എടുത്താൽ ഇത് എത്ര കിട്ടും? ദാറ്റ്സ് ഓൾ ആൻസർ. പ്രൊപ്പോർഷൻ ആണത്. ഇതിനെന്താ വിളിക്കുക? പ്രൊപ്പോർഷൻ. ഇതിനെന്താ വിളിക്കുന്നത്? പ്രൊപ്പോർഷൻ. ഇനി 5 മോൾ കണ്ടോ, ഇത് 1 മോൾ ആണ്, ഇത് 2 മോൾ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് 1 മോൾ കിട്ടുള്ളൂ. ഐഡിയ മനസ്സിലായി? അപ്പൊ അവര് പറയുമ്പോൾ ഇത് 5 മോൾ ആണ്, ഇത് എക്സസ് ആണെന്ന് പറയും. ഇത് കുറെ ഉണ്ട്, എക്സസ് ആണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അത് ഈക്വൽ ആയിട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായി? ഓർത്ത് വെക്കാം. ഇനി ഈ രണ്ടെണ്ണത്തിന്റെ പ്രൊപ്പോർഷൻ ഒരേപോലെ അല്ലെങ്കിൽ അതിന് ഏറ്റവും കുറവുള്ളതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. എന്താ വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ആദ്യം നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് നോക്കാത്ത ടൈപ്പാണ് ആദ്യം എഴുതുക. രണ്ടാമത്തേൽ ലിമിറ്റിംഗ് റിയേജന്റ് ടൈപ്പ് ചെയ്യും. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസുകളിലേക്ക് നമുക്ക് ചെയ്തു പോകാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി നിങ്ങൾ രണ്ടാമത്തെ കാര്യം മോൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ GMM എഴുതാൻ പഠിക്കാം കേട്ടോ. ഓർത്ത് നോക്കുക. എന്ന് പറഞ്ഞാല് നമുക്ക് മോളിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വരുന്നത്. മോളിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ? മാസ് ഈക്വൽ ടു എന്ന് പറഞ്ഞേ, മാസ് ഈക്വൽ ടു എന്ത് വരും? മോൾ ഇൻറ്റു ആറ്റോമിക് മാസ്. ഒന്നുകൂടി പറഞ്ഞേ, മോൾ ഇൻറ്റു ആറ്റോമിക് മാസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെനിക്ക് മാസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത് 1 മോൾ അല്ലേ? അപ്പൊ 1 മോൾ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു CH4ന്റെ മാസ് എത്രയാ? കാർബണിന്റെ മാസ് എത്രയാ? 12. കാർബണിന്റെ മാസ് 12 പ്ലസ് എത്ര വരും? ഹൈഡ്രജൻ എത്രയായിരിക്കും? 4 കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് ഞാൻ ഇന്ന് ചെക്ക് ചെയ്യിപ്പിക്കും കേട്ടോ. മോളാർ മാസ് എല്ലാവരും കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. കിട്ടാത്ത ആൾ ഇവിടെ വന്നിട്ട് 10 പ്രാവശ്യം ഞാൻ പറയിപ്പിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ 9th മുതൽ പഠിച്ചേക്കുന്നതാണ് അല്ലേ? കുറെ പ്രാവശ്യം പറഞ്ഞാലേ കിട്ടത്തുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. എല്ലാവരോടും ചോദിക്കും. നിങ്ങൾക്ക് 20 വരെ അറിയാലോ? 30 വരെ പഠിക്കണം കണ്ടോ അല്ലേ? ഓർത്ത് നോക്കാം. 20 വരെ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും മാസം അറിയാം അല്ലേ? ഓർത്ത് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എന്തായാലും പറയിപ്പിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. 1 മുതൽ 10 വരെയുള്ളത്. പിന്നെ എക്സെപ്ഷൻ 2 ഉള്ളൂ, സോഡിയം ആൻഡ് ക്ലോറിൻ കേട്ടോ. ഓർത്ത് നോക്കാം. സോഡിയത്തിന്റെ ആറ്റമിക് മാസ് 23, ക്ലോറിൻ എത്രയാ? 35.5. അങ്ങനെ 0.5 അല്ലേ അതിനുള്ളൂ. ബാക്കിയൊക്കെ ഇതൊക്കെ റൗണ്ട് ഓഫ് ഫിഗറോ പഠിക്കാനുള്ളൂ. ഹൈഡ്രജൻ 1 കേട്ടോ. ഓർത്ത് നോക്കാം. ഹീലിയം വെച്ച് ചോദിക്കൂല. കാരണം എന്താ? റിയാക്ട് ചെയ്യോ? ഇല്ല. നിയോണിന്റെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, റിയാക്ട് ചെയ്യില്ല. മനസ്സിലായി? ഓക്സിജൻ എത്രയാ? വേണ്ട. ഇതിന് റിയാക്ട് ചെയ്യോ? ഇല്ല. ഏതാ? അതിന്റെ ചോദിക്കൂല. സെനന്റെ ഒക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഓസ്മിയം, ടെട്രാക്ലോറോ ഫ്ലൂറോ ഇതേ പീരിയോഡിക് ടേബിൾ ഉണ്ട്, കണ്ടമാന എലമെന്റ് ഉണ്ട്. അതൊക്കെ എനിക്ക് പഠിക്കണോ? ഓർത്ത് നോക്കാം. മനസ്സിലായ? അപ്പൊ അങ്ങനെയുള്ള വരില്ല കേട്ടോ. ഓർത്ത് നോക്കാം. സിനൺ എന്ന് പറയുന്ന XCPTF4 എന്ന് പറയുന്ന കോമ്പൗണ്ടുകൾ ഉണ്ട്. അതൊക്കെ തരികയാണെങ്കിൽ അവരതിന്റെ മോളിക്കുലർ ഫോർമുല എന്ത് ചെയ്യും? തരും കേട്ടോ. ഓർത്ത് നോക്കാം. 20 വരെയുള്ള നിങ്ങൾക്ക് പഠിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് CBSE പറയുന്നത്? നിങ്ങൾക്ക് 9th ഒരു ടേബിൾ ഉണ്ട്. മനസ്സിലായ? നിങ്ങളുടെ ബേസിൽ 9th ടേബിൾ ഉണ്ട്. ഇനി 20ക്ക് മുകളിലുള്ള എലമെന്റുകൾക്ക് അവർ തരും. എന്നാലും വേണമെങ്കിൽ ചിലത് എൻട്രൻസിന് ചിലപ്പോൾ തരാറില്ല. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കാൻ പറയും അല്ലെ? ഓർത്ത് നോക്കുക. കോപ്പർ 63 ആണ് ആറ്റമിക് മാസ്. അത് 30 വരെയുള്ള എലമെന്റുകളിൽ വരുന്നതാണ് കോപ്പർ 63. അതുപോലെ AG 108. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പഠിക്കേണ്ടി വരും. അതിപ്പോ അതും നോക്കണ്ട, അത് നിങ്ങൾക്ക് തരും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ നിങ്ങൾക്ക് കുറച്ചുള്ളൂ, 20 വരെയുള്ള എലമെന്റ്സേ പഠിക്കാനുള്ളൂ. അതെന്തായാലും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ നോക്കിയേ 1 × 12 + 4 കേട്ടോ. ഓർത്ത് നോക്കുക. ഓൺലൈനിൽ വന്നേക്കുന്ന അർജുൻ ശ്രദ്ധിക്കുക. നമ്മള് സ്റ്റോഷിയോമെട്രി അതിന്റെ റിവിഷൻ ആണ്, വിത്ത് ഹോംവർക്ക് തരും കേട്ടോ. അപ്പൊ അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? തെർമോഡൈനാമിക്സ്. അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം കേട്ടോ. നമുക്ക് പാരലായിട്ട് ന്യൂമറിക്കൽസും റിവിഷനൊക്കെ വേണം കേട്ടോ. ഓർത്ത് നോക്കാം. 12 + 4 എത്ര കിട്ടി? പറയേ. 16 + 1 എത്രയാ? അത് തന്നെയല്ലേ? അപ്പൊ എന്താണ്? 16 ഗ്രാം കേട്ടോ. അപ്പൊ 16 ഗ്രാം CH4 ഇത് ഓർത്ത് നോക്കാം കണ്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? മോൾ എഴുതി. മോൾ എഴുതാൻ ഭയങ്കര എളുപ്പമായിരുന്നു. 1 മോൾ കണ്ടോ. ഇത് 2 മോൾ. ഇത് ഇങ്ങനെ എഴുതി. ഇനി ഇത് 16 ഗ്രാം പ്ലസ് എത്രയായിരിക്കും? 32 ഗ്രാം എന്ത് വന്നു? O2 കണ്ടോ. ഓർത്ത് നോക്കാം. ഓക്സിജന്റെ മാസ് അത് ആറ്റമിക് നമ്പർ 16. അപ്പോ 2 ഓക്സിജൻ വരുമ്പോൾ 16 × 2 32. 32 × 2 എത്ര വരും? 64 കണ്ടോ. ഓർത്ത് നോക്കാം. 64 അങ്ങനെ കിട്ടണം കേട്ടോ.
പുറത്ത് നോക്കാം 64 gram O2. ഇനി എന്ത് വരും? കാർബണിന്റെ മാസ് എത്രയാ? 12. ഇത് കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലാവുന്നല്ലേ കേട്ടോ? ഓർത്ത് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. 1 into കാർബണിന്റെ മാസ് 12 പ്ലസ് ഓക്സിജൻ എത്രയാണ്? 16 into 2 32. അപ്പൊ എത്ര വരും? 44 gram പ്ലസ് എത്ര വരും? H2O എത്രയാ വരുന്നേ? 18 into 2 36 gram. ഉണ്ടോ? നോക്കാം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇത് രണ്ടും കൂടി കിട്ടും. അതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഞാൻ ഓർത്ത് നോക്കാം, ഇത്രയും വരെ എഴുതുന്നത് ഒരു ക്വസ്റ്റ്യനും ആയിരിക്കില്ല. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇങ്ങനെ എഴുതേണ്ടി വരും സ്റ്റോഷിയോമെട്രിയിൽ. ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, ഇത്രയും വരെ ഒന്ന് എഴുതിയേ. ഇത്രയും വരെ എഴുതും. എല്ലാവരും ഇത്രയും വരെ എഴുതുക കേട്ടോ. എന്നിട്ട് അതിന്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഇടും, എന്നിട്ട് അത് വെച്ച് ചെയ്യാൻ നോക്കാം. ഇത്രയും വരെ ബേസിക് ആയിട്ട് എടുത്തെഴുതുക കേട്ടോ. പറഞ്ഞ മെത്തേഡ് ഒന്ന് ഓർഡറിലാക്കി കൊണ്ടുവന്നേ. ഫസ്റ്റ് എന്ത് എഴുതണം? ബാലൻസിങ് ഇക്വേഷൻ കേട്ടോ. ഓർത്ത് നോക്കുക, ബാലൻസിങ് ഇക്വേഷൻ. സെക്കൻഡ് എന്ത് എഴുതണം? മോൾ. എല്ലാത്തിനും എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മോൾ. മോളിൽ നിന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യണ്ടേ? ആ ബാലൻസിങ് ഇക്വേഷന്റെ ഫ്രണ്ടിലെ നമ്പർ എടുത്ത് എഴുതുക. അത്രയല്ലേ ഉള്ളൂ അല്ലെ? ഓർത്ത് നോക്കുക, കോയിഫിഷ്യന്റിന്റെ വാല്യൂസ് എടുത്ത് എഴുതി പറയാം. തേർഡ് എന്ത് എഴുതേണ്ടി വരും? കൺവേർട്ട് ടു മാസ് അല്ലെ? ഗ്രാം മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മാസ് എന്ന് ഓർത്ത് നോക്കുക അല്ലെ? മാസ് എന്ന് പറയുമ്പോൾ മോൾ ഇൻറ്റു ആറ്റമിക് മാസ് അല്ലെ? മോളിക്കുലർ ആണെങ്കിൽ എന്ത് എഴുതണം? മോളിക്കുലർ മാസ് കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോ അതാണ് ഇവിടെ ചെയ്തത് കണ്ടോ. 2 into ഈ മോളിക്യൂൾ കണ്ടോ, ആ മോളിക്യൂളിന്റെ മാസ് ചെയ്തപ്പോൾ 64 കിട്ടി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ എങ്ങനെ കിട്ടി എന്നുള്ളത് ഓർത്ത് നോക്കാം. ഇത്രയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാ സ്റ്റോഷിയോമെട്രിക് ക്വസ്റ്റ്യൻസിനും നമ്മൾ ചെയ്യണം. എത്ര ടഫ് ആയാലും ലോ ആയാലും ഇത് എഴുതിയിരിക്കേണ്ടി വരും. രണ്ടാമത്തത് ഇനി ഇതിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇമാജിൻ ചെയ്യാം, ഇതില് ഒരു ക്വസ്റ്റ്യൻ 256 gram മീഥേൻ. 256 gram മീഥേൻ ഒന്ന് എഴുതി ക്വസ്റ്റ്യൻ കേട്ടോ. 256 gram. ഇതിന്റെ അടിയിൽ ഒരു സ്പേസ് വിടണം കേട്ടോ, എന്നിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കുക, കാരണം ഇവിടെ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ അടിയിൽ സ്പേസ് ചെയ്യാനായിട്ട് ഒരു 3 ലൈൻ കേട്ടോ താഴേക്ക് വിടണം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എഴുതാം. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. 256 gram methane undergo combustion reaction in the presence of excess air. ശ്രദ്ധിക്കുക, in the presence of excess air. In the presence of excess air. In the presence of excess air. Find the amount of carbon dioxide and water. Find the amount of carbon dioxide and water. Find the amount of carbon dioxide and water. ഓക്കെ ആണോ? അപ്പോ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇപ്പൊ ഇതിന്റെ താഴെ ആൻസർ എന്നുള്ള രീതിയിൽ എഴുതാം കേട്ടോ. ഓർത്ത് നോക്കാം, ആൻസർ എന്നുള്ള ഇതിന്റെ താഴെ ഇപ്പൊ ഇത് ഇല്ലേ എഴുതുന്ന സമയത്ത് ഇതിന്റെ ആൻസർ നോക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇത് എക്സസ് ആണെന്ന് പറഞ്ഞു, ഇത് ലാർജ് എമൗണ്ട് ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് ബോധമായിട്ടാവേണ്ട ആവശ്യം ഇല്ല അല്ലെ? ഇപ്പൊ ഇവിടെ ഞാൻ പേപ്പർ കത്തിക്കാൻ പോകുന്ന സമയത്ത് ഓക്സിജൻ ഇനി വണ്ടിയിൽ നിന്ന് സപ്ലൈ ചെയ്ത് കൊടുക്കണോ? ഇവിടെ ഓൾറെഡി ഉള്ളതല്ലേ, അപ്പൊ അത് എക്സസ് ആണ്. അപ്പൊ ഇയാളെ കുറിച്ച് ബോധമായിട്ടാവണ്ട, നമുക്ക് കത്തിച്ചാൽ മതി അല്ലെ? ഓർത്ത് നോക്കാം. അങ്ങനെ കത്തിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊപ്പോർഷൻ ഇതാണ്. 16 gram മീഥേൻ കത്തിച്ചാൽ എത്ര കാർബൺ ഡയോക്സൈഡ് കിട്ടും? 44. അതാണ് ആദ്യം എഴുതാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം നമ്മള്? നോക്കിയേ, 16 ഇതിന്റെ താഴെ എഴുതുക കേട്ടോ ആൻസർ ആയിട്ട്. 16 gram CH4 16 gram CH4 undergo combustion to form oxygen, to form carbon dioxide.
ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. 16 gram മീഥേൻ അണ്ടർഗോ കമ്പഷൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കണം പറഞ്ഞേ? 44 gram CO2. 44 gram CO2 ഈക്വൽ ടു കേട്ടോ, ഓർത്ത് നോക്കാം. അണ്ടർഗോ കമ്പഷൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു ഈക്വൽ സൈൻ കൊടുത്തിട്ട് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും? 44 gram CO2. ഇനി നമ്മൾ ഇതിനെ 1 ഗ്രാമിലേക്ക് കണ്ടെത്തും. എന്തിനാ ഈ 1 ഗ്രാമിലേക്ക് നോക്കുന്നത്? എന്തും 1 ഗ്രാമിൽ കിട്ടിയാ പിന്നെ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാതാ മതി അല്ലെ, ഓർത്ത് നോക്കാം. നമ്മൾ അല്ലെ ഒരു പേനയുടെ റേറ്റ് അറിഞ്ഞാൽ അല്ലെ ഈ ഒരു പേനയ്ക്ക് 10 rupees ആയിരുന്നു കരുതാം. അങ്ങനെയാണെങ്കിൽ 5 പേനയ്ക്ക് എത്രയോ റേറ്റ്? 50 അല്ലെ, ഇൻറ്റു കൊടുത്താൽ മതിയോ? അപ്പൊ ഒരെണ്ണത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 1 gram CH4 ഈക്വൽ ടു എന്ത് എഴുതും? എന്താ ചെയ്യുക? ഇത് പുറത്തേക്ക് കൊണ്ടുപോയാൽ ഈക്വൽ സൈൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ പഠിപ്പിച്ചേക്കുന്നത് നിങ്ങൾക്ക് അല്ലെ? നിങ്ങൾക്ക് പഠിച്ചല്ലേ? ഈക്വൽ സൈൻ്റെ പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എന്താവും? ഡിവിഷൻ അല്ലെ. അപ്പോ ഇത് ഇൻറ്റു ആണത്. അപ്പൊ എന്ത് വരും? 44 ഡിവൈഡഡ് ബൈ 16 gram CO2. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എത്രയാ 1 gram ആണോ ഫൈൻഡ് ചെയ്യണ്ടേ? എത്രയാ ക്വസ്റ്റനിൽ കണ്ടെത്തേണ്ടത്? 2. ഇനി ലാസ്റ്റ് ആൻസർ ഏതാ? 250 gram CH4 ഈക്വൽ ടു 256 gram CH4 ഈക്വൽ ടു 256 gram കേട്ടോ. ക്വസ്റ്റൻ അതല്ലേ വേണ്ടത് അവർക്ക്? CH4 ഈക്വൽ ടു എന്തായിരിക്കും ആൻസർ എന്ന് പറഞ്ഞേ? 44 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു എത്ര വരും? 256. എത്ര കിട്ടി ആൻസർ? ചെയ്തിട്ട് പറഞ്ഞേ. 16 into 2 എത്രയാ? 32. 16 into 4 അപ്പൊ എത്രയായിരിക്കും അല്ലെ? ഡബിൾ ആവില്ലേ അല്ലെ? ഓർത്ത് നോക്കാം. അപ്പോ 16 into എത്ര കിട്ടി? 7. ഇത് ക്യാൻസൽ ചെയ്തപ്പോ എത്ര കിട്ടി? അങ്ങനെ ക്യാൻസൽ ചെയ്തു പോയേ, ഇങ്ങനെ ചെയ്തു പോയി അല്ലേ? 64 കിട്ടി അല്ലേ? എത്ര കിട്ടി? 704. എത്ര പേർ കിട്ടിയത്? ചെയ്തു നോക്കിയാ? അപ്പോ ഈ പാറ്റേൺ ആണ് ഇത് വന്നേക്കുന്നത് അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ ഐഡിയ മനസ്സിലായോ? എന്താ റിലേഷൻ? ഇത് റേഷ്യോ ആണ് അല്ലെ? ഇത് എത്രയുണ്ടോ അതിന് അനുസരിച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ തനിയെ ചെയ്യണം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താ വേണ്ടേ? വാട്ടർ കണ്ടെത്തണം അല്ലെ? വാട്ടർ. അപ്പൊ എങ്ങനെ റിലേഷൻ എഴുതും? ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കിയേ. ഇത് കൊടുക്കാൻ പാടില്ല. ഇത് മാത്രം എഴുതാവൂ. കാരണം ഇത് എന്താ? എക്സസ് ആണ്. ഒരാളെ വെച്ചിട്ടല്ലേ നമ്മൾ എഴുതിയത്. മനസ്സിലായോ? അങ്ങനെ പറയുന്ന എക്സസ് ആയിട്ട് നിൽക്കുന്നതല്ലേ, മറ്റേ കുറവല്ലേ? കുറവായിട്ടുള്ള ആളെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഒരെണ്ണം എക്സസും ഒരെണ്ണമാണ്. അപ്പൊ ഇയാളെ വെച്ചിട്ടാണ് റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിട്ട് പറഞ്ഞേ. ഇത് കണ്ടോ? ഇവിടെയാണല്ല കണ്ടോ? ഇത് കണ്ടോ? വാട്ടറും ഇതും തമ്മിലുള്ള റിലേഷൻ കണ്ടോ? ക്ലിയർ ആണോ അമ്മൻ? അപ്പൊ എന്തായിരിക്കും സ്റ്റെപ്പ് എന്ന് പറഞ്ഞേ? എഴുതി അല്ലേ? ഓർത്ത് നോക്കാം. ഒന്ന് എഴുതുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇൻഡിവിജ്വലി നോക്കും എത്ര ആൻസർ കിട്ടിയെന്ന് നോക്കും. ഇൻഡിവിജ്വലി ഞാൻ നോക്കും, എല്ലായിടത്തും വന്ന് നോക്കും. നിങ്ങളെ സ്റ്റെപ്പ് കറക്റ്റ് ആക്കാൻ നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. അർജുൻ എഴുതണോട്ടാ. ഓൺലൈനിൽ ഇരിക്കുന്ന അർജുൻ ശ്രദ്ധിക്കുക, എഴുതണോട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഡിസ്കഷൻ ആണ്, ഇത് ചോദിക്കും അങ്ങോട്ട് ക്രോസ് ചെയ്ത് കേട്ടോ. നമുക്ക് പാരലായിട്ട് റിവിഷൻ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കണ്ടന്റൊക്കെ തീർന്നു പോയി നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അല്ലേ ശരിയാവില്ല കേട്ടോ. ഓർത്ത് നോക്കാം.
ഇനി ആദ്യത്തെ ഇതിൽ തന്നെ വരുമ്പോൾ തന്നെ അല്ലേ 11th ആണ് നിങ്ങൾ അങ്ങ് പേടിപ്പിച്ച് അങ്ങനെ വാങ്ങിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് പതുക്കനെ ഇനി കയറി തന്നെ കിട്ടിയ ആൻസർ ആയിട്ട് സ്റ്റെപ്പ് കറക്റ്റാണ്. വൺ ഗ്രാം എഴുതി, 56 എഴുതി അല്ലേ, എഴുതി. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ അല്ലേ. 576. ഓക്കെ, കിട്ടി. 576 ഇവിടെ കിട്ടി. ആൻസർ പറയണ്ട, ഞാൻ നോക്കിക്കോളാം, വരാം. ആൻസർ കിട്ടുമ്പോൾ പറയണം കേട്ടോ. സ്റ്റെപ്പ് കറക്റ്റാ. കിട്ടിയ ആൻസർ 576. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. ക്ലിയർ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കാം, ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നതിൽ ഒരെണ്ണം എക്സസ് ആണെന്ന് പറഞ്ഞു. എക്സസ് ആയിട്ട് നിൽക്കുന്ന ആള് ആണ് ഓക്സിജൻ എന്ന് പറഞ്ഞു. മറ്റേ ആളെയാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് റിയേജന്റ് ഡിസൈഡ് ദ പ്രോഡക്റ്റ്. എന്താ പറയുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് ഡിസൈഡ് ദ പ്രോഡക്റ്റ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 16 ഗ്രാം CH4, ഇതിന് 64 ഗ്രാം ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷനിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടുള്ളൂ. ഇത് ഇല്ല ഒരെണ്ണം കൂടി എന്ന് കരുതി പ്രൊഡക്റ്റ് കൂടൂല. ഐഡിയ മനസ്സിലായി എന്ന് പറഞ്ഞപ്പോ ഇത് 20 ഗ്രാം ഉണ്ട്, ഇതൊരു 80 ഗ്രാം ഉണ്ട് എന്ന് കരുതി 20 + 80 അങ്ങനെ കിട്ടില്ല. 20 + 80 കിട്ടത്തില്ല കേട്ടോ. ഓർത്ത് നോക്കാം. അതിനെ ഞാൻ പണ്ട് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? പേപ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു 50 ഗ്രാം പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഈ ബുക്ക് പേപ്പർ ഉണ്ട്. ഈ ബുക്ക് പേപ്പർ ഞാൻ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് തീർന്നു, ആ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ? അങ്ങനെ നടക്കാത്ത ഇവിടെ കുറെ ഓക്സിജൻ ഇല്ലേ? കത്തിക്കാൻ പേപ്പർ ഇല്ല. ഇനി പേപ്പർ ഉണ്ടെന്ന് കരുതാ അവിടെ ഓർത്തോ, ഞാൻ പേപ്പർ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ ഇരുന്ന ഒരു നനഞ്ഞ തുണിയെ കൊണ്ടുവന്ന് അതിന് മുകളിലിട്ട് അടച്ചു വെച്ചു. അല്ലെങ്കിൽ വേണ്ട, നനയാത്ത ഒരു തുണി അടിച്ച് ഒരു എയർ ഇല്ലാത്ത അവസ്ഥയിലാക്കി. റിയാക്ഷൻ നടക്കില്ലയോ? എന്തുകൊണ്ട് നടക്കാഞ്ഞ? ഇല്ല. അപ്പൊ ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഓക്സിജനും വേണം, ഇതും വേണം, പേപ്പറും വേണം അല്ലെ, രണ്ടും വേണം. ഇതിൽ ആരാണോ ഇപ്പൊ പേപ്പർ ഞാൻ ഇവിടെ വെച്ച് കത്തിച്ചാൽ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? പേപ്പർ. കാരണം എന്താ? പേപ്പർ തീർന്നാൽ ആ റിയാക്ഷൻ ഇത് ചെയ്യും. അപ്പൊ അവിടെ തീരുമാനിക്കുന്നത്, ഈ റിയാക്ഷൻ മുഴുവൻ തീരുമാനിക്കുന്നത് ആരാണ്? ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? പേപ്പറാണ്. ഉണ്ടോ? എന്തായിരിക്കും? പേപ്പറാണ്. കാരണം എന്താ? പേപ്പർ തീർന്നാൽ ആ റിയാക്ഷൻ എന്ത് ചെയ്യും? നടക്കൂല. മറ്റേയാൾ എക്സസ് ആണ്. അപ്പൊ ഏത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്തും രണ്ടും തന്നു കഴിഞ്ഞാൽ ഒരെണ്ണം ലിമിറ്റിംഗ് ആയിരിക്കും. അത് ആദ്യം കണ്ടെത്തണം, എന്നിട്ട് വരണം. മനസ്സിലായി? ഇപ്പൊ ഇവിടെ നമ്മൾ എക്സസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന ഇക്വേഷനിൽ ഇത് രണ്ടും തരും. അപ്പൊ അതിൽ ഏതാണ് എക്സസ്, ഏതാണ് ലിമിറ്റിംഗ്? ലിമിറ്റിംഗ് റീജിയൻ കണ്ടെത്തി കഴിഞ്ഞാൽ അയാളെ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തപ്പോ കണ്ടോ, ഇത് വെച്ചിട്ട് പറഞ്ഞു, ഇത് വെച്ചിട്ട് പറഞ്ഞു, അല്ലാതെ ഇയാളെ എടുത്തോ? ഇല്ല. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ആണ് നമുക്ക് ആ കാര്യം തീരുമാനിക്കണേ. ഒരു ക്യാൻഡിൽ എടുത്ത് ഞാൻ കത്തിച്ചു വെക്കുകയാണ്, എന്നിട്ട് ഗ്ലാസ് വെച്ച് അടച്ചു വെച്ചാൽ എന്ത് പറ്റും? അപ്പൊ തന്നെ കെടുവോ? കുറച്ച് കഴിഞ്ഞിട്ടേ കെടുവുള്ളൂ. എന്തുകൊണ്ടാ? അതിനകത്തുള്ള ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വരും. അവിടെ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? ഓക്സിജൻ. അവിടെ ഓക്സിജൻ അല്ലെ, ഓക്സിജൻ ആണ് തീരുമാനിക്കുന്നത് ആ ക്യാൻഡിൽ ബേൺ ചെയ്യണോ എന്നുള്ളത്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇനി വരുന്ന ഈ റിയാക്ഷൻസിൽ അല്ലെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഗുഡ് ചലഞ്ച് അതാണ്. അപ്പൊ ഈ ക്വസ്റ്റനിൽ തന്നെ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ കൂടി നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞാൽ അയാളുടെ ബുക്കിലുള്ള ക്വസ്റ്റൻസുകളൊക്കെ ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം, നമ്മൾ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റനും നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അതും ഒന്ന് വീട്ടിൽ പോയിട്ട് വീണ്ടും നോക്കണം കേട്ടോ. ഓക്കെ, എന്നാലും ഇന്നൊന്ന് പഠിച്ച് തീർത്ത് പോകാം. ഇത് എവിടെ നോക്കാം? ഇതിന്റെ താഴെ ഒരു ക്വസ്റ്റൻ കൂടി എഴുതി വെക്കാം. എഴുതിക്കോട്ടോ. 128 ഗ്രാം 128 ഗ്രാം മീഥേൻ 128 ഗ്രാം മീഥേൻ എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാലോ? CH4 കേട്ടോ. റിയാക്ട് വിത്ത്
128 gram methane react with a 128 plus 2 ചെയ്ത 160 gram oxygen, 160 gram oxygen. Find the amount of carbon dioxide and water. Find the amount of carbon dioxide and water. നേരത്തെ തന്ന ക്വസ്റ്റിനും ഇതും തമ്മിലുള്ള ഒരു കൺസേൺ നോക്കിയേ. നേരത്തെ തന്ന ക്വസ്റ്റിനും ഇതും തമ്മിലുള്ള കൺസേൺ എന്തായിരുന്നു? നേരത്തേല് ഒരെണ്ണം എക്സസ് എന്ന് പറഞ്ഞു. എക്സസ് എന്ന് പറഞ്ഞാൽ അയാൾ എന്താണ് അല്ലെ, അയാൾ എടുക്കേണ്ട ആവശ്യമില്ല, ലിമിറ്റിംഗ് റീജന്റ് ഓൾറെഡി കണ്ടെത്തി. പക്ഷെ ഇതിൽ നമുക്ക് അറിയില്ല, രണ്ടും ഒരു തന്നിട്ടുണ്ട്, പക്ഷെ ലിമിറ്റിംഗ് റീജന്റ് അറിയില്ല. ഇവിടെ അവർ തന്നേക്കുന്ന ഏതൊക്കെയാന്ന് നോക്കിയേ. CH4 എത്ര ഉണ്ടായിരുന്നു? 128 അല്ലെ. ദെൻ O2 എത്രയാന്ന് പറഞ്ഞ് 160 gram. ആരാ കണ്ട പെട്ടെന്ന് കുറവ് ഉള്ളത് ഒന്നിന് അല്ലെ? അല്ലെ, കണ്ടാല് ആരാണ് കുറവ്? ശരിക്കും 128 അല്ലേ? ഇത് കുറവല്ലേ? ഇത് കൂടുതലല്ലേ? അങ്ങനെയല്ല നോക്കേണ്ടത്, പ്രൊപ്പോർഷണലി ലെസ് എന്നാണ് പറയാ. എന്തായിരുന്നു? പ്രൊപ്പോർഷണലി ലെസ്. ഏതാണോ പ്രൊപ്പോർഷണലി ലെസ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്നുള്ളത്. ഇതിന്റെ പ്രൊപ്പോർഷന്റെ ഇവിടെ ഉണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. പ്രൊപ്പോർഷൻ ഓൾറെഡി ഇവിടെ ഒരു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് പ്രൊപ്പോർഷൻ. ഇതില് ഇങ്ങനെ ആണ് തന്നേക്കുന്നത്. ഇതിൽ ഏതാണ് ലെസ് എന്ന് കണ്ടെത്തണം അല്ലെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ കറിയിൽ സോൾട്ട് കൂടി എന്ന് പറഞ്ഞാൽ ചിക്കനേക്കാളും കൂടുതൽ സോൾട്ട് ഇട്ടു എന്നാണോ അതിന്റെ മീനിങ്? ചിക്കൻ കറി അറിയാലോ, അത് കഴിക്കുകയാണ്, അപ്പൊ ഭയങ്കര ഉപ്പുണ്ട് എന്ന് പറയണം, ഭയങ്കര എക്സസൈസ്, ഉപ്പ് ഭയങ്കരമായിട്ട് കൂടി എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? 1 കിലോ ചിക്കനിൽ 1.5 കിലോ സോൾട്ട് ഇടുവോ ആരെങ്കിലും? ഇല്ലല്ലോ. ഒരു 1 കിലോ ചിക്കനിൽ അവർ പറയുന്ന പോലെ 20 ഗ്രാമിന് പകരം അല്ലെ ഒരു 30 ഗ്രാം അത് കൂടി കഴിഞ്ഞാൽ പോലും അത് നമ്മൾ എക്സസ് ആണെന്ന് പറയും അല്ലെ. അവിടെ എക്സസിന്റെ മീനിങ് എന്താ? പ്രൊപ്പോർഷണലി എക്സസ്. പ്രൊപ്പോർഷണലി എക്സസ്. ആ കൺസേൺ മനസ്സിലാക്കണം കേട്ടോ. പല കുട്ടികളും വിചാരിക്കാറുണ്ട് ഇതിൽ ഏറ്റവും കുറവ് ഇതല്ലേ, ഇതാണ് ലിമിറ്റിംഗ് റേഞ്ച്. അങ്ങനെയല്ല. ഇനി ഇത് കണ്ടെത്താനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ലിമിറ്റിംഗ് റേഞ്ചിന് ഫൈൻഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ഓർത്ത് നോക്കാം, ആൻസറിന്റെ അവിടെ എഴുതി വെക്കാം. ആൻസർ ആണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഫൈൻഡിങ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ഇതുപോലെ രണ്ടെണ്ണം തന്നാൽ എന്ത് ചെയ്യണം? ഫൈൻഡിങ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി ഇത് എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നു? അപ്പോഴും നേരത്തെ എഴുതിയിരിക്കുന്ന എല്ലാത്തിനും എഴുതണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടോ. ഇതുപോലെ നമ്മൾ എഴുതും. എന്നിട്ട് ഇത് കണ്ടോ, 16 ഗ്രാമിന് എത്ര വേണം ഓക്സിജൻ? 64 ഗ്രാം. അതാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. അപ്പോ ഇതാണ് അവർ തന്നേക്കുന്ന വാല്യൂ. ഇത് ഇവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ എഴുതും 16 ഗ്രാം എന്താ എഴുതാൻ പോകുന്നത്? CH4 അല്ലെ ഈക്വൽ ടു എന്തോരം വേണം? 64 ഗ്രാം O2. ഇനി പറഞ്ഞേ, നിങ്ങൾ അങ്ങ് ചെയ്തു തുടങ്ങിയിട്ടൊന്ന് പറഞ്ഞേ. അടുത്ത എന്താ എഴുതും? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അടുത്ത സ്റ്റെപ്പ് പറയേ. 1 ഗ്രാം. വെരി ഗുഡ് കേട്ടോ. ഓർത്ത് 1 ഗ്രാം CH4 ഈക്വൽ ടു 16 ഗ്രാം O2. therefore എന്തായിരിക്കും അല്ലെ? ഓർത്ത് നോക്കാം. 4 കിട്ടി അല്ലെ? ഇത് 4 കിട്ടിയില്ലേ? 4 ഗ്രാം O2 അങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഓർത്ത് നോക്കാം. therefore അടുത്ത എത്രയായിരിക്കും? 128 ഗ്രാം CH4 ഈക്വൽ ടു എത്ര വേണം? 4 into അല്ലെ 4 into 128 കേട്ടോ. ഓർത്ത് നോക്കുക. ശരിയല്ലേ? ഓർത്ത് നോക്കുക. 1 ഗ്രാം കണ്ടെത്തി. പിന്നെ 2 ഗ്രാം ആണെങ്കിൽ into 2 അങ്ങനെയല്ലേ പഠിപ്പിച്ചേക്കുന്നത്? 3 ഗ്രാം ആണെങ്കിൽ അപ്പൊ 4 into 128 ഗ്രാം O2. അപ്പൊ എത്ര കിട്ടും? അല്ലെ 512 ഗ്രാം O2 വേണം. ഇനി നിങ്ങൾ ഓർത്ത് വെക്കാം, 128 ഗ്രാമിന് എത്ര വേണം? ഇത് അല്ലെ 160. അപ്പൊ ആരായിരിക്കും എക്സസ്? ആരായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്? അല്ലെ ഏറ്റവും കുറവാരാ? എത്ര തന്നിട്ടുള്ളൂ? 160 അല്ലേ ഉള്ളൂ. എത്ര വേണം? 512 വേണം. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? ഓക്സിജൻ. കാരണം എന്താ? ഓക്സിജൻ കുറവാണ് തന്നേക്കുന്നത് അല്ലെ. പുറത്ത് വെക്കാം. അപ്പൊ അവിടെ അടുത്ത് താഴെ എഴുതി വെക്കാം ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 128 ഗ്രാമിന് എത്ര ഓക്സിജൻ വേണം? 512 വേണം. 512. പക്ഷെ എത്രയും തന്നിട്ടുള്ളൂ? 160. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണ് ലെസ്? ഓക്സിജൻ കേട്ടോ. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ. ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ. അതെ
ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ. അപ്പൊ ഓക്സിജൻ ലിമിറ്റിംഗ് റിയേജന്റ് കിട്ടിയല്ലോ. ഇനി ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചിട്ട് ആരെ കണ്ടെത്തണം? കാർബൺ ഡൈ ഓക്സൈഡും കണ്ടെത്തണം, വാട്ടറും കണ്ടെത്തണം. അപ്പൊ ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? ഓക്സിജൻ. അത് ബോക്സിലാക്കി വെക്കണം കേട്ടോ, ടീച്ചേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് ബോക്സിലാക്കിയിട്ട് ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, കാരണം അത് തെറ്റിയെല്ലാം തെറ്റും. ഇനി ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആരെ കണ്ടെത്തണം? കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെയും. അപ്പൊ എങ്ങനെ തുടങ്ങാം? ഇനി ഇനി എന്ത് എഴുതും? 64 gram O2 ഈക്വൽ ടു എത്ര വരും? 44 gram CO2. Therefore 1 gram O2 equal to എത്ര വരും? 44 divided by 64 gram എന്ത് വരും അല്ലെ? CO2. ഇനി 1 ഗ്രാമിന്റെ അല്ല, നമുക്ക് തന്നേക്കുന്നത് എത്ര ഗ്രാം ആയിരുന്നു? 160 gram ഉണ്ടോ? ഓർത്ത് നോക്കാം. Therefore 160 gram O2 equal to എത്ര വരും? 44 divided by 64 into 160. കേട്ടോ, ഓർത്ത് നോക്കാം. എത്ര കിട്ടി? 110 അല്ലെ? ഓർത്ത് നോക്കാം. പറ്റൂ. 110 gram CO2 കിട്ടിയോ? ഇനി ഇതേ പാറ്റേണിൽ അടുത്ത് ചെയ്തേ. കിട്ടിയോ? ഗുഡ്. ഞാൻ നോക്കൂട്ടോ ഇനിയുള്ളത്. എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് വരാം. അടുത്തും കൂടി ചെയ്യണം കേട്ടോ. എന്നിട്ടൊന്ന് കാണിച്ചാൽ കഴിഞ്ഞോ? ഫാസ്റ്റായോ? മറ്റേതും കിട്ടിയോ? അടുത്തും കൂടി ചെയ്യും. ഇനി വാട്ടറിനെ കൂടി കേട്ടോ. വാട്ടറിന് ചെയ്തു അല്ലേ? ഓക്കെ അല്ലേ? ഈ സ്റ്റോഷിയോമെട്രിയുടെ ക്വസ്റ്റ്യൻ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ അത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എന്താണ് ചെയ്തതെന്നുള്ള ഒരു ഐഡിയ വേണം. എന്നിട്ട് ആ ഫ്രെയിമിലേക്ക് ബാക്കി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അതിലേക്ക് കൊണ്ടുവരാൻ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ ഭയങ്കര ഈസിയാണ് ആക്ച്വലി വരുന്നത്. 90 gram സ്റ്റെപ്പ്. ഇനി ശ്രദ്ധിക്കട്ടോ, ഞാനിതിപ്പോ ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടാവില്ല, വലിയ സ്റ്റെപ്പുകളാണ് എഴുതേണ്ടത് കേട്ടോ. 16 gram ഓഫ് മീഥെയിൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം കോമ്പൗണ്ട്. അങ്ങനെ പറഞ്ഞിട്ടായിരിക്കണം ഇതുപോലെ കേട്ടോ വേർഡ് ആക്കാൻ നോക്കാം. ഓക്സിജൻ എന്നൊക്കെയുള്ള ഓക്സിജൻ എന്നുള്ള വേർഡിലൊക്കെ എഴുതണം കേട്ടോ. അപ്പൊ കുറെ സ്റ്റെപ്പ് ഫീൽ ചെയ്യും. 90 കിട്ടിയോ? മതി. മാർക്ക് കിട്ടും. എന്നാലും ഒന്നും കൂടി വേർഡിലൊക്കെ എഴുതാൻ നോക്കുക കേട്ടോ. ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ സംഭവം ഉണ്ടല്ലോ, മീഥെയിൻ കണ്ടോ, CH4 ബ്രാക്കറ്റിൽ CH4 അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഒരു കുറെ സ്റ്റെപ്പ് പോലെ ഫീൽ ചെയ്യും. കിട്ടി? അവിടെ ഓക്കെ ആണോ? സ്റ്റെപ്പ് അവിടെ ചെയ്തില്ല. എന്ത് പറ്റി? ഡൗട്ടുണ്ടോ? ഡൗട്ടുണ്ടോ? കറക്റ്റാ. നല്ലൊരു പേടി പോലെ ഉണ്ട് വെച്ചാൽ ക്യാൻസൽ ചെയ്യട്ടോ. സീഡിലും ക്യാൻസൽ ചെയ്യും. 8 32 4 വെങ്കട്ട 2 8 കംപ്ലീറ്റ് ആയിട്ടല്ലേ കട്ട് ചെയ്തേക്കണേ. 8 4 അല്ലേ? ഇത് ക്യാൻസൽ ചെയ്യും. 2 കിട്ടിക്കണം. ഓർത്ത് നോക്കുക. അപ്പൊ ഇവിടെ ഒരു 10 വരും അല്ലേ? ഓർത്ത് നോക്കുക. 10 4 36 4 9. അപ്പൊ 90 കിട്ടിയില്ലേ? 90 ഓക്കെ അല്ലേ? 90 എല്ലാവർക്കും കിട്ടിയില്ലേ? അവൻ്റെ നോക്കിയല്ലേ? അവരാട്ടോ. എന്താ പറ്റി? 64 gram അതിലേക്ക് നോക്കാം. എങ്ങനെയാ റിലേഷൻ വരിക എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. 18 ആണോ? 18 എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. 36 കേട്ടോ. ഓർത്ത് നോക്കാം. അതിൽ നോക്കണം കേട്ടോ എപ്പോഴും. ആ ഫോർമാറ്റ് തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ അല്ലേ? പേര് തരാം. അത് നിങ്ങളുടെ പ്രശ്നം. ഡൗട്ടുള്ള പ്രശ്നം ആദ്യം പറഞ്ഞു, എന്നിട്ട് അത് ചെയ്യാം.
ഇനി എല്ലാം സെയിം ആണ്, പക്ഷെ അതല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കിട്ടുമോ നോക്കാം. ലിമിറ്റിങ്ങിൻ്റെ എടുക്കുക, അതാ ബുദ്ധിമുട്ടുള്ളൂ, മറ്റേ ഭയങ്കര ഈസിയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ്. ഇതാണോ ബുദ്ധിമുട്ട് ചെയ്യാനായിട്ട്? ചെയ്ത് നോക്കിയാ എന്ത് പറ്റി തെറ്റാൻ കാരണം? കേട്ടോ ക്വസ്റ്റ്യൻ എഴുതുക കേട്ടോ. $50 kilogram of N2, 50 kilogram of N2. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ് കേട്ടോ, എക്സസൈസിൽ. പണ്ടത്തെ നോട്ട് എടുത്ത് നോക്ക്, നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ. 50 kilogram of N2 ആൻഡ് പിന്നെ ആക്കണ്ടേ, ഇതിലെല്ലാം ഗ്രാമിലല്ലേ? ഇതെല്ലാം എന്താ? ജി 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 പറ്റുമോ? GMM കേട്ടോ, ഓർത്ത് നോക്കാം. ക്വസ്റ്റ്യൻ 50 kilogram of N2 ആൻഡ് 10 കിലോഗ്രാം എന്നല്ലേ? ഇത് ഗ്രാം എന്നാണ് ഇവിടെ എഴുതിയേക്കണേ കേട്ടോ. 10 kilogram of H2 കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ കാണിച്ചു തരാം കേട്ടോ. 50 kilogram of N2 and 10 kilogram of H2 are mixed to produce ammonia. Are mixed to produce ammonia. Full stop. Calculate the NH3 കേട്ടോ, അമോണിയ. Calculate the amount of NH3 formed. ഇതെന്താ എഴുതിയേക്കണേ? ഐഡന്റിഫൈ ഐഡന്റിഫൈ ലിമിറ്റിംഗ് റിയേജന്റ്. ഐഡന്റിഫൈ ലിമിറ്റിംഗ് റിയേജന്റ്. NH3 ടെക്സ്റ്റ് ബുക്കിൽ 2 ക്വസ്റ്റൻ ഉണ്ട്, അതിലൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിനേക്കാളും നല്ലൊരു ക്വസ്റ്റൻ കൂടി ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അത് ടെക്സ്റ്റ് ബുക്കിലെ ഇൻടെക്സ്റ്റിൽ കിടക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ വലിയൊരു ക്വസ്റ്റൻ കൂടി ഉണ്ട്, ഓർത്ത് നോക്കാം കേട്ടോ. ഇതിന്റെ വിത്ത് ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ ചെയ്യണം, നിങ്ങൾക്ക് ഇത്രേ തന്നിട്ടുള്ളൂ, വേഗം ചെയ്യും. ആദ്യം എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്? ഒരു മിനിറ്റ്. ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട ആദ്യം എന്ത് ചെയ്യണം? ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചേ, ഒന്നുകൂടി പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും ബാലൻസിങ് ഇക്വേഷൻ ആദ്യം എഴുതുമ്പോ? N2 പ്ലസ് കേട്ടോ, N2 പ്ലസ് H2 gives NH3. അങ്ങനെ എഴുതി ആദ്യം ഉണ്ടോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാല് ആദ്യം അത് ബാലൻസിങ് എഴുതണം അല്ലേ, ഓർത്ത് നോക്കാം. എന്നിട്ട് ബാലൻസ് ചെയ്തേ. കറക്റ്റാ. ബാലൻസിങ് ഇക്വേഷൻ എഴുതിയിട്ട് എന്നു കാണിക്കാം കേട്ടോ. ഇവിടെ ഒരാൾ കാണിച്ചു തന്നു. റൈറ്റ് ആണ്, റൈറ്റ് ആണ്, റൈറ്റ് ആണ്. ഇനി അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെന്താ പറഞ്ഞേക്കുന്നേ? മോൾ എഴുതണം, GMM എഴുതണം കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മോൾ ഇപ്പൊ വന്നില്ല, അത് രണ്ടും കൂടി അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിർത്തിട്ട് മോളിൽ ചോദിച്ചു കളയും. അപ്പൊ നമ്മൾ പേടിക്കണ്ടെന്ന് എഴുതിയിട്ട് അങ്ങനെ പറയണേ. നൈട്രജന്റെ മാസം എത്രയാ? നൈട്രജന്റെ മാസം എത്രയാ? ശരിയാ, 14 കേട്ടോ, ഓർത്ത് നോക്കാം. നൈട്രജൻ 14, ഹൈഡ്രജൻ 1 കേട്ടോ. ഇത്രേ പറഞ്ഞു തരുള്ളൂ. ഇനി അത് വെച്ചിട്ട് മോളിൽ ആദ്യം എഴുതണം, പിന്നെ GMM എഴുതണം കേട്ടോ. ആ 28. ബാലൻസിങ്. ഇനി എന്റെ താഴെ എന്ത് എഴുതണം? കേട്ടോ. 1 മോൾ N2 ആണ്. ഒരു നൈട്രജന്റെ മാസാണ് 14. 2 നൈട്രജൻ ഇല്ലേ? എത്ര വരും? 28 കേട്ടോ. അവിടെ വരെ എഴുതാം. 30 20
34 വരില്ലേ? ഹൈഡ്രജൻ 14 പ്ലസ് ഹൈഡ്രജൻ 3, അപ്പോൾ എത്ര വരും? 17. 17 ഇൻറ്റു 2 34. അങ്ങനെയല്ലേ? മനസ്സിലായില്ലേ? ആ, ഹൈഡ്രജൻ ഇങ്ങനെ എടുക്കണം കേട്ടോ. എനിക്ക് മനസ്സിലായി, എഴുതി എന്നല്ല അല്ലേ? അത് എഴുതുമ്പോൾ ഒന്ന് ക്ലാരിറ്റിയിൽ എഴുതാം. 2 ഇൻറ്റു അല്ലേ, ഇവിടെ എത്ര വരും? 14 പ്ലസ് 3. 14 പ്ലസ് 3 17. 17 ഇൻറ്റു 2 34. 6 ഗ്രാം. ഇതെത്രയാ? 28 ഗ്രാം. അത് ഓക്കെ. ഇതെങ്ങനെ കിട്ടിയെന്ന് പറ. 2 മോളിന്റെ പിന്നെ നൈട്രജന്റെ മാസ് 14. അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? നമ്മൾ പണ്ട് ഒരു സാധനമൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ഇൻറ്റു ഇതെന്നല്ലേ എൻ്റെ മീനിങ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരിക കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ 17 വരും. 14 പ്ലസ് 3 എത്രയാ? 17. 17 ഇൻറ്റു 2 34 കേട്ടോ. ഓർത്ത് നോക്കാം. 34 ഗ്രാം എഴുതിയ അത് തന്നെയാണോ ഇവിടെ ഉണ്ട്? ഇനി ശ്രദ്ധിക്കുക, അടുത്തത് ഇതിലെ ലിമിറ്റിംഗ് റിയേജന്റ് ഫൈൻഡ് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എഴുതാം കേട്ടോ. ഇത്രയും വരെ ഇവരെ എഴുതിയേക്കുന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് ലിമിറ്റിംഗ് റിയേജന്റ് ഫൈൻഡ് ചെയ്യണം. എങ്ങനെയാ ലിമിറ്റിംഗ് റിയേജന്റ് ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞേ? എങ്ങനെയാ ലിമിറ്റിംഗ് റിയേജന്റ് ഫൈൻഡ് ചെയ്യാം? പ്രൊപ്പോർഷൻ നോക്കണം അല്ലെ? പ്രൊപ്പോർഷൻ നോക്കുമ്പോ ആരൊക്കെയാണ്? 2 റിയാക്ടൻസുകൾ തമ്മിൽ പ്രൊപ്പോർഷൻ ഒന്ന് എഴുതി നോക്കിയേ. എന്നിട്ട് ആരാണ് എക്സസ്, ആരാണ് ലോ? N2 plus H2 gives NH3. ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടെത്തുക കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആളിന് വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് വരും? ഇത് ബാലൻസ് ചെയ്യും അല്ലെ? ബാലൻസ് ചെയ്യണ സമയത്ത് N2 plus 3H2 gives 2NH3. then ഇതനുസരിച്ചിട്ട് 1 mol N2 ഓർത്ത് നോക്കുക. 3 mol H2 gives 2 mol എന്ത് വരും? NH3. അടുത്ത സ്റ്റെപ്പില് നമ്മൾ ചെയ്തത് എന്തായിരുന്നു? നെക്സ്റ്റ് സ്റ്റെപ്പില് GMFലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെ? അപ്പൊ 1 ഇൻറ്റു 28 ഗ്രാം അല്ലെ പ്ലസ് എന്ത് വരുന്നു? 6 ഗ്രാം ഇത് ചെയ്യുമ്പോൾ 34 ഗ്രാം NH3. ഇനി നമുക്ക് അറിയാം, റിയാക്ടൻസ് രണ്ടും തന്നു കഴിഞ്ഞാൽ അതിൽ ഏതാണോ ലെസ് ഏതാണോ ഹയർ കണ്ടെത്തണം അല്ലെ? അപ്പൊ അവരുടെ പ്രൊപ്പോർഷൻ ആണ് നോക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കാൻ, ഞാൻ ഇപ്പോഴും ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്നില്ല. ലിമിറ്റിംഗ് റീജിയൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണം നോക്കിയേ. 28 ഗ്രാം കണ്ടോ. ഓർത്ത് നോക്കാം. ഇത് ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു കണ്ടോ. ഓർത്ത് നോക്കാം. ഇനി ഇവര് തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടെത്തുന്നത്. നോക്കിയേ. 28 ഗ്രാം N2 ഈക്വൽ ടു എങ്ങനെ എഴുതും? 6 ഗ്രാം H2 ഓർത്ത് നോക്കാം. 1 ഗ്രാം N2 ഈക്വൽ ടു എന്ത് വരും? 6/28 ഗ്രാം H2. ഇനി ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതില് എത്ര ഗ്രാമാണ് തന്നേക്കുന്നത്? N2 50 ഇൻറ്റു അല്ലെ? ഓർത്ത് നോക്കാം. 50 ഇൻറ്റു 10⁻3. കാരണം എന്താ? നമ്മള് കിലോഗ്രാമില് അല്ലെ? കിലോഗ്രാമിന് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? ഗ്രാം N2 ഈക്വൽ ടു എങ്ങനെ വരും? 6/28 ഇൻറ്റു എത്ര വരും? 50 ഇൻറ്റു 10⁻3. ഇത് ചെയ്ത് നോക്കിയേ. കിട്ടിയ ആർക്കെങ്കിലും? 1.71 ഇൻറ്റു 10⁻3. ആർക്കെങ്കിലും കിട്ടിയോ? അത് 3 14. സെവൻ ആണ് കിട്ടിയെന്ന് പറഞ്ഞേ. ഏതിനാ കിട്ടി?
1.7 കിട്ടിയില്ലേ? ഇത് തന്നെയാണ് എല്ലാവരും കിട്ടിയത്. പിന്നെ ഞാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓർത്ത് നോക്കാം. ഇത് 10⁻³ വെച്ച് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ എന്തോരം? എന്ന് പറഞ്ഞാൽ എന്താ, 17,000 വരില്ലേ? 1710. ഇതാണോ കിട്ടുന്നത്? 10. നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കുക, ഇത് 2 വെച്ച് ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ ഇവിടെ 3 വന്നു, ഇവിടെ 14 വന്നു. ഓക്കെ ആണോ? അത്രയും വരെ അല്ലെ? ഓർത്ത് നോക്കാം. 3 × 50 എത്ര വരും? അങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ വേറെ അഡ്വാൻറ്റേജ് ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ വന്നാലും മൾട്ടിപ്ലിക്കേഷൻ വരും. ഇങ്ങനെയുള്ള സമയത്ത് 0നെ നിങ്ങൾ വെച്ച് കട്ട് ചെയ്യരുത്. ഇപ്പൊ കൊടുക്കുന്ന അതിന്റെ ഉദാഹരണം പറഞ്ഞുതരാം, ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എത്ര 0 ആണെങ്കിലും അത് കട്ട് ചെയ്യും തോറും മൾട്ടിപ്ലിക്കേഷൻ കൂടുകയുള്ളൂ. അതിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 150. ഇവിടെ 14 അവിടെ നിർത്തി വെക്കാം. ഇനി ഡിവിഷൻ ചെയ്ത് നോക്കിയേ. 1 ടൈം എളുപ്പമല്ലേ? പിന്നെ 50 ഉള്ളൂ എന്നാ. 150. 50 × 3. ഇതിന്റെ ഡൗട്ട് ഉണ്ടോ? ഡിവിഷൻ അറിയില്ലേ? അല്ല, അതെവിടെ നോക്കാം. 14 വന്നു. ഇനി എന്ത് ചെയ്തു അല്ലെ? ഇപ്പൊ ഇത് 10 ആയി അല്ലെ? ഓർത്ത് നോക്കാം. ഇത് 10 അല്ലേ? ഞാൻ തുടങ്ങണല്ലോ, ഞാൻ വരച്ച് കഴിഞ്ഞിട്ടില്ല. അതെ, ഇത് ഒരു പോയിന്റ് കൊടുത്തു. അതാവാം. ചെയ്യാം, ഓർത്ത് നോക്കാം അല്ലെ? ഇത് 150 വന്ന ഒരു ഡൗട്ട് ഉണ്ട് ഇവിടെ. 150 വന്നത് 3 × 5. മനസ്സിലായി? 3 × 5 അതൊക്കെ ആണോ? ഓർത്ത് നോക്കാം. ഇപ്പൊ ഓക്കെ ആയില്ലേ? അത് കറക്റ്റാ ഇല്ലെന്ന് പറഞ്ഞില്ല കേട്ടോ. ഓർത്ത് നോക്കാം. ഞാനിത് എഴുതാൻ പോകുമ്പോഴേക്കാണ് ഇയാള് ചോദിച്ചോണ്ടിരിക്കണേ. ഇത് കണ്ടോ, ഇത് 10 വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോ ഇത്ര വരെ ഓക്കെ അല്ലേ? റിമൈനിങ് എത്ര വരുന്നുണ്ട്? 10. ഇനി എന്ത് ചെയ്യാം? ഒരു 0 തുറന്ന പോയിന്റ് വരും, ശരിയല്ലേ? ഇനി ഓർത്ത് നോക്കാം. 1400 എത്ര ടൈം പോവും? 7 പോവും. ഇപ്പൊ 10.7. മാത്സ് പഠിപ്പിക്കേണ്ടി വരുന്നുണ്ട്. 6/28 ഞാനിത് കട്ട് ചെയ്തില്ലെന്ന് അത്രേ ഉള്ളൂ. അത് 75. ഇതാണ് എറർ വന്നത്, മനസ്സിലാ? 75 1 ടൈം പോവുള്ളൂ. 7 അതാണ് ഞാൻ എഴുതിയത്, ശരിയല്ലേ? 7 × 10 ചെയ്താൽ എത്ര കിട്ടും? 7 × 10 ചെയ്താൽ എത്ര കിട്ടും? 70. അതുകൊണ്ടാണ് 70. ഇനി ബാലൻസിങ് എത്രയുണ്ട്? 75 - ശരിയല്ലേ? അപ്പൊ എന്ത് വരും? 10. മനസ്സിലായോ? എഴുതിയേ കൊണ്ട് മാക്സ് ചെയ്യുമ്പോഴുള്ള ഒരു ഇതാണ് 7. ഇങ്ങനെയല്ലേ ചെയ്തേ? ഞാൻ ഇത് മാത്രം ഓക്കെ അല്ലേ? ഇപ്പൊ ഇനി പറയേ, ഇവിടെ ശ്രദ്ധിക്കേ. 10.7 × ഓർത്ത് നോക്കാം. 10.7 × 10⁻23 എന്ന് പറഞ്ഞാൽ എത്ര വരും? 10,000 കൂടുതൽ വന്നല്ലേ? 10,000 കൂടുതൽ വന്നു. അപ്പോ ആരാണ് ലെസ്? ശരിയല്ലേ? എന്ന് പറഞ്ഞാല് 10,000 മുകളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ റിയാക്ഷനിൽ ഒരു ഉള്ളൂ. അപ്പൊ ആരാണ് പ്രൊപ്പോർഷണലി ലെസ് എന്ന് പറയുന്നത്? ഇപ്പൊ എത്ര തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുള്ളൂ? 10,000. നമുക്ക് എത്ര വേണം ശരിക്കും ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ? 10,700 സംതിങ് വരണം. ഓർത്തുക, 10,700 ആണ് വേണ്ടത്. ഓൾറെഡി എത്രയുള്ളൂ? 10,000 ഉള്ളൂ. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? H2.
ഇവിടെ ഓർത്ത് വെക്കാം. അപ്പൊ അവിടെ എഴുതി വെക്കാം ലിമിറ്റിംഗ് റിയേജന്റ് ഹൈഡ്രജൻ. ലിമിറ്റിംഗ് റിയേജന്റ് ഹൈഡ്രജൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് അവിടെ എഴുതി വെക്കണം കേട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി വെച്ചേ. സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചേ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ. ഇത് ഓർത്ത് നോക്കുമ്പോ നമുക്ക് ഓൾറെഡി എന്താണ് above this reaction എന്താണ് 10,700 ഹൈഡ്രജൻ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ദ റിയാക്ഷൻ കേട്ടോ. ഒന്ന് എഴുതി വെച്ചേക്കണം മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ബട്ട് ഓൺലി ഗിവൺ ദ 10,000 ഹൈഡ്രജൻ. therefore ലിമിറ്റിംഗ് റിയേജന്റ് ഹൈഡ്രജൻ. എക്സസ് ആരായിരിക്കും അപ്പോ N2. എക്സസ് N2. നമ്മുടെ ആകെ ഡ്യൂട്ടി ഇത് മാത്രമേ ഉള്ളൂ. ലിമിറ്റിംഗ് റിയേജന്റിനെ റൗണ്ട് ചെയ്ത് വെക്കാം. ഇനി എന്ത് ചെയ്യണം പറഞ്ഞു. ഇനി ആൻസർ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇനി ആരായിടാ ലിമിറ്റിംഗ് റിയേജന്റ് കിട്ടിയ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്? അതിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് ആൻസർ വേഗം പറയണം കേട്ടോ. സ്റ്റെപ്പൊക്കെ മര്യാദക്ക് എഴുതണം. എന്നെ കാണിച്ചു തന്നെ ആൻസർ എത്രയാണ്. സ്റ്റെപ്പ് കറക്റ്റ് ആണോ നോക്കട്ടെ മോനെ. ഏതാ ചെയ്തേ മോൻ? ഇവിടെ നോട്ടെ. ആ അത് ലിമിറ്റിംഗ് ഇതിലൂടെ എഴുതിയിട്ട് പിന്നെ അതോടെ സ്പേസ് കിട്ടോ അല്ലേ? അല്ല എക്സാമിന് എഴുതുമ്പോൾ ലിമിറ്റിംഗ് ഏരിയൻ്റെ ഇവിടെ എഴുതി കഴിഞ്ഞിട്ട് എഴുതാവോ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് വെട്ടിക്കളയും കേട്ടോ. ശ്രദ്ധിക്കുക. 28 ഗ്രാം. സ്റ്റെപ്പ് എവിടെ തുടങ്ങിയത്? ഇവിടെ നിന്നാണോ? 6 ഗ്രാം 34, 1 ഗ്രാം 34. നല്ല ഭംഗിയിൽ എഴുതണോട്ടെ, ഞാൻ ഓടിച്ചു കളയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. സ്റ്റെപ്പ് മര്യാദ കാണണം, അല്ലെങ്കിൽ പിന്നീട് കുറച്ചാളെങ്കിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇത് എന്ത് ഗ്രാം എന്താന്ന് എഴുതാ? 6 ഗ്രാം എന്താ? ആരായിട്ടാ? അത് എഴുതണം, എന്നാൽ മാർക്ക് വരുള്ളൂ. അതൊക്കെ എഴുതും കേട്ടോ. അടുത്ത പേര് എഴുതിക്കും കൃത്യമായിട്ട്. ആൻസർ ഏകദേശം ശരിയായിരിക്കും. 34/6, 17/3, 10⁴ അല്ലേ ഇവിടുത്തെ തന്നെ. ആ കൊള്ളാം, ആൻസർ കറക്റ്റ് ആയിരിക്കും. 17/3 ചെയ്തവിടെ കേട്ടോ. എക്സാമിന് എഴുതുമ്പോൾ ഇതൊക്കെ ഇല്ല, വൃത്തിയിൽ ചെയ്യണം. ഇപ്പോൾ ലാസ്റ്റ് ആൻസേഴ്സ് മാത്രം നോക്കിയിട്ട് എവിടെയാണ് എററെന്ന് പറഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും കേട്ടോ. ആ ഇതെന്തായാലും സ്റ്റെപ്പ് നല്ല ഭംഗിയായിട്ട് അടുത്ത പേജിൽ എഴുതാം. 16 ഗ്രാം. ആൻസർ റൈറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, ബാക്കി ആൾക്കാർക്ക് കിട്ടുന്ന കൂടി നോക്കിയിട്ട് കമ്പയർ ചെയ്യാം. സ്റ്റെപ്പ് കറക്റ്റ് ആക്കി. എത്ര കിട്ടി? ആ മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമില്ല. ആ 5.6 ഇൻറ്റു 10,000 അല്ലേ? 10,000 വരുമ്പോൾ 4 വരും. 1000 അല്ല കേട്ടോ, 10⁴ അല്ലേ വരിക? 10 കിലോഗ്രാം അല്ലേ? അപ്പോൾ 10 × 10⁻³ വരില്ലേ? അപ്പോൾ 10⁴ ആൻസർ വരും. അത്ര വ്യത്യാസമുള്ളൂ. റൈറ്റാ. അടുത്ത പേര് സ്റ്റെപ്പ് എഴുതണം, ഞാൻ സമ്മതിക്കില്ല. ഇവിടെ എടുത്തെഴുത്, സ്റ്റെപ്പായിട്ട് എഴുതും. ആൻസറൊക്കെ കറക്റ്റാ. ആ നല്ല ഭംഗിയിൽ എഴുതണം, എനിക്ക് കാണണം. 6 ഗ്രാം ആരാണെന്നൊന്നും എഴുതിയാൽ പോരാ കേട്ടോ. ഓർത്ത് നോക്കാം, നല്ല വൃത്തിയിൽ എഴുതും. അപ്പൊ ഇതെന്താ?
1 ഗ്രാമിന് ഓക്കെ, അത് ഓക്കെ, ഇവിടം വരെ ഇത് ഇനി അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? ഇപ്പൊ 2 ഗ്രാമിനായിരുന്നു വെച്ചാൽ എന്തായിരിക്കും ആൻസർ വരിക? ഇൻറ്റു 2. അപ്പോൾ 10 ആവുമ്പോൾ എന്തായിരിക്കും? ഇൻറ്റു 10. ഇത് 10⁴ അല്ലേ? അപ്പൊ 10⁴ ഗ്രാം ആവുമ്പോൾ എത്രയോ? അതാണ് ആൻസർ കേട്ടോ. കിട്ടിയോ? നാല് ഡിസിഷൻ. ഓക്കെ, ബൈ. 4 വേഗം ഹോംവർക്ക് കേട്ടോ. ഹോംവർക്ക് നമുക്ക് വെറൈറ്റി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കാം അല്ലേ? അത് നോക്കാം. ഭയങ്കര എളുപ്പമായിട്ടുള്ളത്. sodium metal react with hydrochloric acid. Sodium metal react with hydrochloric acid to form എന്തൊക്കെയായിരിക്കും? ഇങ്ങനത്തെ ഇക്വേഷൻ പറയില്ല. കാരണം എന്താ 10th ഉള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഉള്ളതിന് അവര് എന്ത് പറയില്ല, പ്രോഡക്റ്റ് ചിലപ്പോൾ പറയണമെന്നില്ല കേട്ടോ. എന്നാലും എഴുതിക്കോ, ടു ഫോം sodium chloride and hydrogen gas. To form sodium chloride and hydrogen gas. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ ബാലൻസിങ് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി എഴുതി വെക്കാം. സോഡിയം എന്നല്ലേ പറഞ്ഞത്? ഇനിയിപ്പോ റാൻഡായിട്ട് എടുക്കാം. 80 ഗ്രാം സോഡിയം. അതിന്റെ താഴെ എന്റെ കണ്ടിന്യൂഷൻ ആണ്. 80 ഗ്രാം സോഡിയം റിയാക്ട് വിത്ത് 100 ഗ്രാം HCl. Find the amount of sodium chloride and hydrogen. അപ്പൊ നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ തരുള്ളൂ. ചിലയിടത്ത് മാത്രമാണ് ആ മുകളിലത്തെ പറഞ്ഞ പോലെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് തരുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇതിൽ നിന്നായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ലിമിറ്റിംഗ് റേഞ്ചിന് കണ്ടെത്തണം, ഇതും കണ്ടെത്തണം കേട്ടോ. ഓർത്ത് നോക്കാം. Na പ്ലസ് കേട്ടോ. അപ്പൊ ആൻസർ എഴുതരുത്. Na പ്ലസ് HCl gives NaCl പ്ലസ് H2. അങ്ങനെ എഴുതിയിട്ട് ബാലൻസ് ചെയ്യാവുള്ളൂ. ഇപ്പൊ എഴുതണ്ട കേട്ടോ. ഓർത്ത് നോക്കാം. അക്വേഷൻ കിട്ടുമെന്ന് നോക്കണം. വേണ്ട കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ക്ലോറിന്റെ ആറ്റമിക് മാസ് എത്രയാ? 35. സോഡിയം എത്രയാ? 23. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. ഒന്ന് പഠിച്ചിട്ട് വരണം എന്തായാലും കേട്ടോ. ആറ്റമിക് നമ്പർ 11, മാസാണ് നമുക്ക് ആവശ്യം 23 കേട്ടോ. 23 അല്ലേ? വ്യത്യാസം ഉണ്ട്, മാസ് നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ക്ലോറിൻ 17 ആണ് ആറ്റമിക് നമ്പർ, അത് നമുക്ക് ആവശ്യമില്ല. 35.5 കേട്ടോ. ഓർത്ത് നോക്കാം. അറിയില്ലെങ്കിൽ എഴുതി വെച്ചേക്കാം. അത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഓരോന്നിനും വ്യത്യാസമുണ്ട്. എന്തോ പ്രോട്ടോൺ ന്യൂട്രോൺ അതിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ അതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. മാസ് ഓഫ് ന്യൂക്ലിയസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. മറ്റേത് അങ്ങനെ റിലേഷൻ ഒന്നുമില്ല. മറ്റേത് ഡബിൾ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. calcium hydroxide 150 gram. Calcium hydroxide 150 gram react with carbon dioxide. ബ്രാക്കറ്റില് കാർബൺ ഡയോക്സൈഡിന്റെ മാസ് 84 gram to form calcium carbonate. And water. Find the amount of calcium carbonate. ഒരെണ്ണം ഫൈൻഡ് ചെയ്താൽ മതി. Find the amount of calcium carbonate. So carbon dioxide was 84 ക്വസ്റ്റനില് 84 ആണോ എഴുതിയേക്കണ്ട എല്ലാവരും? 84 കേട്ടോ. നോക്കാം. 88 ആക്കിക്കോ, കുറച്ചും കൂടി എളുപ്പമാവട്ടെ.
88. കാരണം 44ന്റെ ഡബിൾ എന്നുള്ള രീതിയിലായിക്കോട്ടെ. 88 കേട്ടോ. ചെയ്യാൻ കുറച്ചും എളുപ്പമാണ്. ഇനി നമുക്ക് അടുത്ത രീതിയിൽ ഒരു സാധാരണ തരാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഫോർമാറ്റ് ഒന്ന് എഴുതി വെക്കാം. C+O2 gives CO2. C+O2 gives CO2 കേട്ടോ. ഓർത്ത് വെക്കാം. അതിന്റെ താഴെ എഴുതി വെക്കുക 0.8 മോൾ ഓഫ് അതിന് താഴെ എഴുതി വെക്കുക കേട്ടോ. 0.8 മോൾ ഓഫ് carbon react with 0.8 mole of carbon react with 2 mole of oxygen. Find the amount, find the mole of carbon dioxide. Find the mole of carbon dioxide. അപ്പൊ ഇവിടെ മുഴുവൻ മോളാണ്. ശ്രദ്ധിച്ചു കണ്ടോ, ഇവിടെ മുഴുവൻ എന്താണ്? മോൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിനെ ഷഫിൾ ചെയ്യുമ്പോഴാണ് ബ്യൂട്ടിഫുൾ സ്റ്റോഷിയോമെട്രിക് ക്വസ്റ്റ്യൻ. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ പോലും അധികം ഇല്ല. പക്ഷെ ശരിക്കും അത് ഷഫിൾ ചെയ്യുമ്പോഴും നല്ല രസമായിട്ട് വരും. ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് എഴുതുമ്പോൾ എങ്ങനെയാ? ഇത് 1 മോൾ, ഇതെന്ത് വരും? 1 മോൾ, ഇതെന്ത് വരും? 1 മോൾ. അപ്പൊ ഇതിനെ GMM-ലേക്ക് ഒന്ന് കൊണ്ടുവരണ്ട. കണ്ടോ, ഓർത്ത് വെക്കാം. ഇത് 1 മോൾ ആണെങ്കിൽ ഇതും 1 മോൾ ആണ്, ഇത് 1 മോൾ ആണ്, എല്ലാം ഈക്വൽ പ്രൊപ്പോർഷൻ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, ഇത് 0.8 മോൾ, ഇത് എത്രയാ? 2 മോൾ. ഇതിലാരായിരിക്കും കൂടുതൽ? ആരായിരിക്കും ലെസ്? ലെസ് ഏതായിരിക്കും? ലിമിറ്റിംഗ് റീജിയൻ ഏതായിരിക്കും? 0.8. കാരണം എന്താ? ഇത് 1 മോളിന് 1 വേണം അല്ലെ? ഇത് 7 ആണെങ്കിൽ ഇത് 7 വേണം അല്ലെ? ഇത് 2 ആണ്, പക്ഷെ ഇത് 0.8. അപ്പൊ കുറവ് ആരാ? 0.8 മോൾ. ഇനി സ്റ്റെപ്പ് എഴുതണമെങ്കിൽ ഡൗട്ട് ഉണ്ടോ? എങ്ങനെ സ്റ്റെപ്പ് എഴുതാം? 1 മോൾ C equal to 1 mole O2. Therefore 0.8 mole C equal to എന്ത് എഴുതും? 1 into ഉണ്ടോ? അങ്ങനെയല്ലേ ചെയ്യാറ്? 0.8 ഉണ്ടോ? നോക്കാം. അപ്പൊ എന്ത്? 0.8 മോൾ O2 ഉണ്ടോ? 0.8 മോൾ O2. 0.8 ആണോ ഇവിടെ തന്നേക്കുന്നത്? അല്ല, 2 എക്സസ് ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? എക്സസ്. ഉണ്ടോ? ഓർത്ത് വെക്കാം. ഉണ്ടോ? എക്സസ് എഴുതി. ശരിയല്ലേ? അപ്പൊ ഇത് എക്സസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്? ഉണ്ടോ? ഇതിപ്പോ എഴുതണ്ട കേട്ടോ, ആൻസർ പറയുന്നത്. ഇത് ലിമിറ്റിംഗ് റിയേജന്റ്. ഇത് ലിമിറ്റിംഗ് റിയേജന്റ് ആണെങ്കിൽ ഇതിന് ഇക്വലന്റ് അല്ലേ വരേണ്ടത്? അപ്പൊ ഇത് 0.8 മോൾ എടുത്താൽ എന്ത് വരും? 0.8. ആൻസർ എന്തേ ഉള്ളൂ? 0.8. അപ്പൊ ആൻസർ എന്താ? 0.8 മോൾ. ഉണ്ടോ? അപ്പൊ എളുപ്പമാണ്, പക്ഷെ നമ്മളിപ്പോ ചെയ്യാത്തൊരു ടൈപ്പാണ് ആക്ച്വലി വരുന്നത്. ഇപ്പൊ എത്രാമത്തെ ക്വസ്റ്റൻ ആയിപ്പോ? 3ാമത്തെ കേട്ടോ. അപ്പൊ വീട്ടിൽ പോയിട്ട് കിട്ടുമെന്ന് നോക്കാം. 4ാമത്തെ ക്വസ്റ്റൻ എഴുതി വെച്ചോ. 4th ക്വസ്റ്റൻ. sodium hydroxide bracket 3 mole. Sodium hydroxide bracket 3 mole react with hydrochloric acid. React with hydrochloric acid. 35.5 plus 1, 36.5, 36.5. 100 gram. Bracket 100 gram. Bracket 100 gram. Find the amount of sodium chloride and water. Find the amount of sodium chloride and water. കേട്ടോ, 4 ക്വസ്റ്റ്യൻ തരുന്നുള്ളൂ കേട്ടോ, ഓർത്ത് വെക്കാം. ഇത് വീട്ടിൽ പോയി ചെയ്യണം. ഇപ്പൊ ഈ കണ്ട ക്വസ്റ്റ്യൻ എന്താ പ്രത്യേകത? നിങ്ങൾ ആദ്യം കണ്ടോ, ആദ്യം ഒരെണ്ണം മോളും ഒരെണ്ണം എന്ത് ചെയ്തു? ഗ്രാമം തന്നു. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും വെറൈറ്റി ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പൊ ഇത്രയും ടൈപ്പ് ഒന്നും ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലില്ല. പക്ഷെ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ്, ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് കൊള്ളാൻ, ഞാൻ നോക്കാത്തൊരു വ്യൂവിൽ വന്നല്ലോ, അങ്ങനെ വരും. ഇനി നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഒരു ചാൻസ് ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ബ്രെയിനൊക്കെ ഒന്ന് വർക്ക് ചെയ്യട്ടെ. ഇപ്പൊ ചെയ്തതിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസറിൽ നമ്മൾ മോളിനെ ഒന്നല്ലെങ്കിൽ എന്താക്കണം? ഗ്രാമിലേക്ക് ആക്കണം. അതാണ് കുറച്ചും കൂടി ബെറ്റർ. എന്നിട്ട് എമൗണ്ട് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് എപ്പോഴും പറയുമ്പോൾ ഗ്രാമിലാ പറയാം.
അപ്പൊ നമുക്ക് ഗ്രാമിലേക്ക് ആക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ 2 മോൾ NaOH എന്ന് പറഞ്ഞില്ലേ, അപ്പൊ 2 into NaOH എന്ന സോഡിയം എത്രയാ 23, ഓക്സിജൻ എത്രയാ 16, ഹൈഡ്രജൻ 1, അത് ഇൻറ്റു 2. അത് ചെയ്യുമ്പോൾ അത് ഗ്രാമിൽ കിട്ടും കണ്ടോ. എന്നിട്ട് എല്ലാം ഗ്രാമിലേക്ക് ആക്കി. ഐഡിയ മനസ്സിലായി? എല്ലാം ഗ്രാമിലേക്ക് ആക്കി. എന്നിട്ട് നമ്മൾ ലിമിറ്റിംഗ് റേഞ്ചിന് കണ്ടെത്തുന്നു ബാക്കി കാര്യങ്ങൾ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം ഗ്രാമിലേക്ക് ആക്കണം. എന്നിട്ട് പിന്നെ ബാക്കിയൊക്കെ എന്താ ലിമിറ്റിംഗ് റേഞ്ചിന് കണ്ടെത്തുന്നു. അപ്പൊ ആ ഒരു ഇതുള്ളൂ. ഇനി ഇതിനേക്കാളും വെറൈറ്റി എന്താ ആക്കാൻ പറ്റും? ഒരു ടൈപ്പും കൂടി നിങ്ങൾക്ക് പറ്റുള്ളൂ. വെരി ഗുഡ്. ഈ പ്രോഡക്റ്റിന്റെ തരും. ട്രിക്ക് മനസ്സിലായി? ഇത് കത്തിച്ചാൽ കിട്ടിയേക്കുന്ന പ്രോഡക്റ്റ് മനസ്സിലായി? ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ റൂമിലേക്ക് വരുമ്പോൾ ഇയാൾ കുറെ ബുക്ക് കത്തിച്ചു. ആ ബുക്ക് കത്തിച്ച വായുവൊക്കെ ഞാൻ എടുത്ത് എമൗണ്ട് എടുത്ത് എന്നിട്ട് എത്ര ബുക്ക് കത്തിച്ചു എന്ന് ഞാൻ തലേ തിരിച്ച് ആലോചിക്കണം. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് തരും. എന്നിട്ട് ഇത് ചോദിക്കും. അതുകൂടി എത്തിക്കഴിഞ്ഞാൽ എല്ലാ ടൈപ്പുമായി നിങ്ങൾക്ക് മാക്സിമം തരാവുന്ന ലെവലായി. അങ്ങനത്തെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പോലും ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടില്ല വരുന്നത്. വേണമെങ്കിൽ അതും കൂടി ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ സ്റ്റോഷിയോമെട്രിയുടെ ലെവൽ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ടൈം തീർന്നു. എന്നാൽ പോലും ഇത് ക്ലിയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ല ചാപ്റ്റർ എടുക്കാം അടുത്ത് കേട്ടോ. ഓർത്ത് നോക്കാം. കിട്ടൂല കേട്ടോ. ഓർത്ത് നോക്കാം. തെർമോഡൈനാമിക്സിന്റെ കണ്ടന്റ് ഒന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ പുതിയതായിട്ടൊന്നും എടുക്കുന്നില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തേക്കുന്ന കണ്ടന്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഫസ്റ്റ് എന്തായിരുന്നു? സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. വാട്ട് ഡു യു മീൻ സിസ്റ്റം? കേട്ടോ. അത്ര ഓർത്ത് വെച്ചാൽ മതി. ഒബ്ജക്ട് അണ്ടർഗോ ഒബ്സർവേഷൻ, അതിനെയാണെന്ന് വിളിക്കുന്നത് സിസ്റ്റം അല്ലെ. സറൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്? അതർ ദാൻ ദി സിസ്റ്റം അല്ലെ. അതാണ് സറൗണ്ടിങ്. 3 ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നല്ല ചൂടുവെള്ളം തുറന്നു വെച്ചാൽ എങ്ങനെയിരിക്കും അല്ലെ? എന്ത് പറ്റും? അവിടെ നിന്ന് അല്ലെ വാട്ടർ വേപ്പർ പോകും. വാട്ടർ വേപ്പറിനെ എന്ത് വിളിക്കണം? മാറ്റർ. മാറ്റർ എവിടെന്നാ പോകുന്നേ? ആ എടുത്തു വെച്ചേക്കുന്ന വെസലിൽ നിന്നാണ്. അപ്പൊ എന്തായിരിക്കും? സിസ്റ്റം ടു സറൗണ്ടിങ് ഓർ സറൗണ്ടിങ് ടു ദ സിസ്റ്റം മാറ്റർ. ആൻഡ് എന്തായിരിക്കും? ഹീറ്റ് എനർജി പോകും. അപ്പൊ എന്താ? എനർജി. സിസ്റ്റം ടു സറൗണ്ടിങ് ഓർ സറൗണ്ടിങ് ടു ദ സിസ്റ്റം മാറ്റർ ആൻഡ് എനർജി അല്ലെ. ഓർത്ത് നോക്കാം. ഇനി അടുത്ത എന്തായിരുന്നു? ക്ലോസ്ഡ് സിസ്റ്റം. അല്ലെ. ഓർത്ത് നോക്കാം. മാറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഹോട്ട് വാട്ടർ എടുത്ത് ഞാൻ ഒരു അല്ലെ ഇത് മൂടി വെച്ചു. അങ്ങനെ വെച്ചാൽ മാറ്റർ പോവില്ല, എനർജി ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണ്? ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കും. രണ്ടും പോവില്ല അല്ലെ, മാറ്ററും പോവില്ല. അങ്ങനെ പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ടോപ്പിക് എന്താണെന്നോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതിനുമുമ്പ് ഒരു ചെറിയൊരു Q plus W. അതെന്തായിരുന്നു? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ട്. ഒരു ഒറ്റ ലൈനുള്ളൂ. എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞേ. എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. കോൺസ്റ്റന്റ്. ഇക്വേഷൻ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q plus W. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞേ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. Q എന്താണ്? ഹീറ്റ് കണ്ടന്റ്. W എന്താണ്? വർക്ക്. ഇനി Q പോസിറ്റീവ് ആവുന്ന എപ്പോഴായിരിക്കും? ഇയാൾ പറഞ്ഞാൽ മതി. സിസ്റ്റം ടു സറൗണ്ടിങ് ആയിരിക്കോ? സറൗണ്ടിങ് ടു സിസ്റ്റം ആയിരിക്കോ? താൻ അല്ലേ? ഓർത്ത് നോക്കുക. ഒന്നാലോചിച്ച് നോക്കുക. ഒരു ചൂടുവെള്ളം, ഒരു വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഹീറ്റ് എനർജി കൊടുത്താൽ എന്ത് പറ്റും? ആ സിസ്റ്റത്തിന്റെ എനർജി കൂടുവോ കുറയോ? വീട്ടിൽ പോയിട്ട് അല്ലെ എന്ത് പറ്റും? കൂടൂലേ? അങ്ങനെയല്ലേ? എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് നമ്മൾ അല്ലെ സ്റ്റൗ ഒക്കെ വെക്കുമ്പോൾ ആ സിസ്റ്റത്തിന്റെ എനർജി എന്ത് ചെയ്യും? കൂടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Q പോസിറ്റീവ്. എൻഡോതെർമിക്. എന്താ വിളിക്കുന്നത്? എൻഡോതെർമിക്. അപ്പൊ എന്താണ്? സിസ്റ്റത്തിലേക്ക് എനർജി കൊടുക്കും എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ടു ദ സിസ്റ്റം. ഇനി എക്സോതെർമിക് ആണെങ്കിൽ എന്ത് പറ്റും? പുറത്തേക്ക് പോകും അല്ലെ, സറൗണ്ടിങ് ടു ദ സിസ്റ്റം ആയി മാറും. അതിനെ നമ്മൾ വിളിക്കുന്ന എക്സോതെർമിക്. കേട്ടോ നോക്കാം. എക്സോതെർമിക് വന്നാൽ എന്ത് വരും? നെഗറ്റീവ്. എക്സോതെർമിക് വന്നാൽ എന്ത് വരിക്കും? നെഗറ്റീവ്. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് പോകും. സിസ്റ്റം ടു സറൗണ്ടിങ്. പുറത്ത് നോക്കാം. നല്ല ചൂടുള്ള ഒരു ചായ എടുത്തു വെച്ചു. അത് പറ്റുമ്പോൾ എന്താ പറ്റണേ? ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് അല്ലെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സിസ്റ്റത്തിന്റെ എനർജി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. പുറത്ത് നോക്കാം. സിസ്റ്റത്തിന്റെ എനർജി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. ആ സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Q നെഗറ്റീവ്. കേട്ടോ എന്താ വിളിക്കുക?
ക്യൂ നെഗറ്റീവ്. നിങ്ങൾ ഓർത്ത് നോക്കുക, ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ക്യൂ നെഗറ്റീവ്, ഇതൊക്കെ വന്നാൽ എന്ത് പറ്റും? ഇപ്പൊ നമ്മൾക്ക് കാണുന്ന പല ഇതിപ്പോ ഈ സാധനം ഉണ്ടാവും, ഇതിന്റെ പുറത്ത് അവർ ഡെൽറ്റ എച്ച് എന്ന് എഴുതിയിട്ടുണ്ടാവും, എന്നിട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്നറിയോ? പെട്ടെന്ന് തീ പിടിക്കും, എക്സോതെർമിക് ആണ് ഇത്. എന്ത് പറ്റും? പുറത്തേക്ക് എനർജി വരും, കത്തും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഓർത്ത് വെക്കാം. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കാം. ഡബ്ല്യു എന്തൊക്കെയുണ്ട്? വർക്ക് ഓൺ ദി സിസ്റ്റം ആൻഡ് ബൈ ദി സിസ്റ്റം. ഓൺ ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സിസ്റ്റം എന്താണ്? ആക്ച്വലി ഓൺ ദി സിസ്റ്റം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ എനർജി എന്ത് ചെയ്യും? കൂടും, ഡബ്ല്യു പോസിറ്റീവ് ആകും. ബൈ ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? സിസ്റ്റം വർക്ക് ചെയ്യുന്നു അല്ലെ? ഓർത്ത് വെക്കാം. എന്ന് പറഞ്ഞാൽ ഇയാള് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ഇയാളുടെ എനർജി എന്ത് ചെയ്യും? കുറയും കേട്ടോ. ഓർത്ത് വെക്കാം. അല്ലാതെ ഇയാൾ കൂളായിട്ടിരിക്കുന്നു അല്ലെ? സാർ പറയും അല്ലെ? ഓർത്ത് വെക്കാം. അപ്പോൾ എന്താണ് ആക്ച്വലി? അപ്പോൾ അത് വെച്ചൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത കാര്യം പറയും. ലാസ്റ്റ് ഇത് വെച്ചൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഫ്ലാസ്ക് ഓർമ്മയുണ്ടോ? ഫ്ലാസ്ക് അടച്ചു വെച്ച് കഴിഞ്ഞു അല്ലെ? കുറെ ദിവസം കഴിയുമ്പോൾ അതിന്റെ എനർജി കുറയാൻ കാരണം എന്താ? ഡബ്ല്യു എന്താവും? നെഗറ്റീവ് ആവും. ഡബ്ല്യു എന്താവും? നെഗറ്റീവ് കേട്ടോ. ഓർത്ത് നോക്കാം. മറക്കരുത്, ഇന്ന് എടുത്തേക്കുന്നത് കേട്ടോ. ഫോളോ അപ്പ് ചെയ്ത് പോകും കേട്ടോ. അതെ കേട്ടോ.